എന്റെ പൊന്നുമോനെ, അന്നലിൽ മൗതി ലകുർബത്തുൻ ശദീദ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് മോനെ, അസഹനീയമായ വേദനയുണ്ട് മോനെ. ഒരാൾ മരിക്കുന്ന സമയത്ത് അസഹനീയമായ വേദനയുണ്ടായാൽ അത് മോശമായ മരണമെന്ന അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ അങ്ങനെയാ തെറ്റിദ്ധരിക്കുക. ഒരാൾ സക്കറാത്തുൽ മൗത്ത്, മരണത്തിന്റെ വേദന ഒരുപാട് കാലം നീണ്ടുപോകുന്നവരുണ്ട്. ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ വേദന അനുഭവിച്ച് മരിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ? അയാളെന്തോ പഴയ കാലത്ത് ചെയ്ത തെറ്റിന് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഒരുപക്ഷെ നല്ലവരായ ആളുകൾക്കാണ് അള്ളാഹു അതികഠിനമായ വേദനയുള്ള മരണം നൽകുന്നത്. ഹബീബായ നബി തങ്ങൾ അങ്ങനെയല്ലയോ പറഞ്ഞത്? ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വേദനയില്ലാതെ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അതിനേറ്റവും അർഹരായവർ ഹബീബായ നബി തങ്ങളല്ലയോ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കൂടെ മരിക്കാത്ത 7 നന്മകളെ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പഠിപ്പിച്ചു തരികയാണ്. സബ്ഉൻ യജ്രീ ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദ മൗതിഹി. നമ്മൾ ഖബറിലിരിക്കുമ്പോൾ, മരിച്ച് ഖബറിൽ കിടക്കുന്ന സമയത്ത് 7 കാര്യങ്ങൾ നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും. അഥവാ അത് ഭൂമിയിൽ ബാക്കിയുണ്ടാകും. ഒന്നാമത്തേത് മൻ അല്ലമ ഇൽമൻ, ജനങ്ങൾക്ക് ഇൽമ എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ. മൻ അല്ലമ ഇൽമൻ എന്ന് പറഞ്ഞാൽ ഒരു മദ്രസയുടെ നിർമ്മാണം നിങ്ങൾ സ്വന്തമായോ കൂട്ടമായോ നിർമ്മിച്ചു കൊടുത്താൽ ആ മദ്രസ നിലനിൽക്കുന്ന കാലത്തോളം അതിന്റെ പ്രതിഫലം നിങ്ങളുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും. ഒരു പുസ്തകം നിങ്ങൾ പഠിക്കുന്ന മുതഅല്ലിമീങ്ങളുണ്ട്, മുദരിസ് ഉസ്താദ് ഇവിടെയുണ്ട്. അങ്ങനെ കിതാബുകൾ, വിലപ്പെട്ട കിതാബുകൾ വേണം. അത്തരം സമയത്ത് കിതാബിന്റെ ചെലവ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഉസ്താദിന്റെയോ മുതഅല്ലിമീങ്ങളുടെയോ പഠനത്തിനാവശ്യമായ കിതാബുകളുടെ ചെലവ് നിങ്ങൾ ഏറ്റെടുത്താൽ ആ കിതാബ് നിലനിൽക്കുന്ന കാലത്തോളം ആരൊക്കെയാണോ ആ കിതാബിൽ നിന്ന് പഠിക്കുന്നത് ആ മക്കളുടെ ഓരോ നന്മയും നമ്മുടെ ഖബറിടത്തിലേക്ക് കടന്നു വരും. നമ്മുടെ കൂടെ മരിച്ചു പോകൂല. പിന്നെ പറഞ്ഞു ഔ അജ്റാ നഹ്റൻ, ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളത്തിന്റെ സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ, ഒരു പുഴ അല്ലെങ്കിൽ ഒരു നദി അല്ലെങ്കിൽ ഒരു കുഴൽ കിണർ അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വാട്ടർ കൂളർ, എന്തുമാവട്ടെ പൊതുജനങ്ങൾക്ക് വെള്ളം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വെള്ളത്തിന്റെ സംവിധാനം ഉണ്ടാക്കിയാൽ, ഔ ഹഫറ ബിറൻ, അല്ലെങ്കിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ. മൂന്നാമത്തേത് ഔ ഗറസ നഖലൻ, അല്ലെങ്കിൽ ഒരു മരം നട്ടു വളർത്തി, ഒരു ഈന്തപ്പന അല്ലെങ്കിൽ ഒരു തെങ്ങ് അല്ലെങ്കിൽ ഒരു മാമ്പഴം, ഒരു മാവ് അല്ലെങ്കിൽ ഒരു പ്ലാവ്, എന്തുമാവട്ടെ പക്ഷികള് അതിൽ നിന്ന് പഴങ്ങൾ കഴിച്ചാൽ അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിടത്തിലേക്കാണ്. ഒരു മനുഷ്യൻ അതിന്റെ താഴെ വന്ന് വിശ്രമിച്ചാൽ അതിന്റെ ഫലം നമ്മൾക്കാണ്. ഏതെങ്കിലും ഒരു വാഹനം ശക്തമായ ചൂടുള്ള സമയത്ത് ഒരു മരത്തിന്റെ തണൽ കണ്ട് ആ മരത്തിന്റെ തണലിൽ പാർക്ക് ചെയ്താൽ വരെ ആ മരം ആരാണോ നട്ടു വളർത്തിയത് അവരുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു പ്രതിഫലം തരും പ്രിയപ്പെട്ടവരെ. അപ്പോ ഒരു മരം നമ്മൾ നട്ടു വളർത്തുമ്പോൾ അതിന്റെ വിറക് ഉപയോഗിക്കുന്നവർ, അതിന്റെ പഴം ഉപയോഗിക്കുന്നവർ, അതിന്റെ തണൽ ഉപയോഗിക്കുന്നവർ എല്ലാം ഇത് തുടങ്ങി വെച്ച ആളുകൾക്കാണ് അതിന്റെ പ്രതിഫലം അല്ലാഹു നൽകുന്നത്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തുണ്ടായ ഒരു മരം ഇപ്പോഴും പച്ചയോടെ നിലനിൽക്കുന്നുണ്ട്, ജീവനോടെ നിലനിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, തൂര് സീനാ പർവ്വതത്തിനോട് ചേർന്ന് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, അന്ന് മൂസാ നബിയുടെ കാലത്തുണ്ടായ ഒരു മരം ഇന്നും അതേപോലെ പച്ചയോടെ നിലനിൽക്കുന്നുണ്ട്. വർഷം ഏകദേശം 4000-ഓളം വർഷം കഴിഞ്ഞു. ഇതേപോലെ നമ്മുടെ പല മരങ്ങൾക്കും 100, 200, 300 വർഷങ്ങളുടെ പഴക്കമുണ്ടാകും. അപ്പൊ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ 300 വർഷം വരെയൊക്കെ ഒരു മരം കൊണ്ട് അല്ലാഹു നമ്മുടെ ഖബറിടത്തിലേക്ക് നന്മകൾ നൽകുമെന്നാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്. പിന്നെ നബി തങ്ങൾ 5-മതായി പറഞ്ഞത് ഔ ബനാ മസ്ജിദൻ, നിങ്ങളൊരു പള്ളി നിർമ്മിച്ചാൽ, ഒരു പള്ളിയുടെ നിർമ്മാണത്തിന് നിങ്ങൾ സഹായിച്ചാൽ, ഈ പള്ളി ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം നമ്മുടെ ഖബറിടത്തിലേക്ക് അതിന്റെ സവാബ്
കടന്നു വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, പരിശുദ്ധമായ റമളാനിൽ എത്ര പേരാണ് ഇഅ്തികാഫിന്റെ നിയ്യത്ത് ചെയ്ത് പള്ളിയിലിരിക്കുക? എത്ര പ്രഭാഷണങ്ങളാണ്, എത്ര വഅലുകളാണ് പള്ളിയിൽ നടക്കുക? എത്ര ദിക്റുകളും സദസ്സുകളും അവിടെ നടക്കും, സ്വലാത്തുകളും നടക്കും. അതേപോലെ എത്ര ജമാഅത്തുകൾ നടക്കും അവിടെ. 5 നേരം ആളുകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കുമ്പോ അതിന്റെ പ്രതിഫലം ഇതിനു വേണ്ടി സഹായിച്ച ആളുകളുടെ ഖബറിടത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഔ വറസ മുസ്ഹഫൻ, അല്ലെങ്കിൽ ഒരു മുസ്ഹഫ് നിങ്ങൾ പള്ളിയിലേക്ക് ഹദിയ ചെയ്തു. മുസ്ഹഫ് ഓതാൻ, മുസ്ഹഫ് വാങ്ങിക്കാൻ പോലും കഴിയാത്ത വീടുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മുസ്ഹഫ് സ്പോൺസർ ചെയ്തു. പള്ളികളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക് കിതാബുകൾ, പുസ്തകങ്ങൾ, ഇതെല്ലാം നിങ്ങളുടെ ഖബറിടത്തിലേക്ക് നിങ്ങളുടെ മരണശേഷം നിരന്തരമായി കടന്നു വരുന്ന നന്മയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഒരു മുസ്ഹഫ് ഒരു പള്ളിയിൽ വെച്ചു കഴിഞ്ഞാൽ എത്ര വർഷത്തോളം ആ മുസ്ഹഫ് അവിടെ ഉണ്ടാകും? എത്ര പേരതെടുത്ത് പാരായണം ചെയ്യും? എത്ര പേരതെടുത്ത് ഖുർആൻ പാരായണം നടത്തും? ഒരു ഹർഫിന് 10 ഹസനത്ത് എന്ന രീതിയിൽ അല്ലാഹു അവിടെ വെച്ച ആളുകൾക്ക് അതിന്റെ പ്രതിഫലം നൽകും. അവസാനമായി അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, ഔ തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി, മരണപ്പെട്ടതിന്റെ ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾ ദുനിയാവിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ആ മക്കളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടത്തിലേക്ക് കടന്നു വരുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ ഏതെങ്കിലും മാതാപിതാക്കളുടെ മക്കളാണ്. ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾ മരിച്ചു കാണും, ഒരുപക്ഷെ ഉപ്പ മരിച്ചു കാണും, ഉമ്മ മരിച്ചു കാണും, അല്ലെങ്കിൽ രണ്ടുപേരും മരിച്ചു കാണും. അങ്ങനെയുള്ളവരാണ് ഇവിടെയുള്ള ആളുകൾ. അതേപോലെ രണ്ടുപേരും ജീവിച്ചിരിക്കുന്നവരുണ്ടാകും. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ മക്കൾക്ക് കഴിയുമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്. അതിൽ യാതൊരു സംശയവും ഒരാൾക്കും വേണ്ട. മരിച്ചു കിടക്കുന്ന മാതാപിതാക്കളെ രക്ഷപ്പെടുത്താൻ മക്കൾക്ക് കഴിയും. അതിൽ അത്ഭുതപ്പെടാനില്ല. എന്ന ആയത്തുകൊണ്ട് മക്കളുടെ ദുആ മാതാപിതാക്കൾക്ക് എത്തൂല എന്ന് സമർത്ഥിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, വളരെ സ്വഹീഹായ ഹദീസിലൂടെയാണല്ലോ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞത്. എന്താ? വഅല്ലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സആ, ഓരോ മനുഷ്യനും അവൻ അധ്വാനിച്ചത് മാത്രമേ ഉണ്ടാകൂ എന്ന് അല്ലാഹു പറഞ്ഞാൽ മക്കൾ അവരുടെ അധ്വാനം തന്നെയാണ്. അതുപോട്ടെ, എന്നാൽ അതിന്റെ അർത്ഥം മഹാന്മാരായ പണ്ഡിതന്മാർ നൽകുന്നത്, ഒരാൾക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്, ഞാൻ മരിക്കുന്ന സമയത്ത് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് എന്റെ അമലാണ്. എന്റെ മക്കൾ എനിക്ക് ദുആ ചെയ്യുമെന്ന് ഉറപ്പില്ല, എന്റെ മക്കൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഉറപ്പില്ല, അവരെനിക്ക് വേണ്ടി സ്വതക്ക ചെയ്യുമെന്ന് ഉറപ്പില്ല. അപ്പൊ നമ്മളൊക്കെ നോക്കൂ, ഇവിടെ ഇരിക്കുന്ന നമ്മളിൽ എത്ര പേർ മരണപ്പെട്ട പിതാവിന്റെ പേരിൽ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് സഹായിച്ചിട്ടുണ്ട്, മരണപ്പെട്ട മാതാവിന്റെ പേരിൽ ഈ പള്ളി സഹായിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയുമോ, മാതാപിതാക്കൾ നമ്മുടെ ദുആഇന് വേണ്ടി കാത്തിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. മഹാനായ ഇമാം ബൈഹഖി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അൻ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നുണ്ട്, മൽ മയ്യിതു ഫിൽ ഖബ്രി ഇല്ലാ കൽ ഗരീഖിൽ മുതഗവ്വിസ്. ഒരു മയ്യിത്ത് എന്ന് പറഞ്ഞാൽ, ഒരു മയ്യിത്ത്, ഖബറിലുള്ള ഒരു മയ്യിത്ത്, ഒരു ഖബറാളി, കൽ ഗരീഖിൽ മുതഗവ്വിസ്, മുങ്ങിത്താഴുന്ന ഒരു, വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോകുന്ന ഒരു മനുഷ്യനെ പോലെയാണ്. കൽ ഗരീഖിൽ മുതഗവ്വിസ്, സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട്, ആരെങ്കിലും ഒന്ന് ഒരു ക്യാരറ്റ് തരുമോ എന്ന പ്രതീക്ഷയോടെ, ആരെങ്കിലും എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന പ്രതീക്ഷയോടെ കൈ ഇങ്ങനെ ഉയർത്തി എന്നെ രക്ഷപ്പെടുത്തുമോ എന്ന അതിയായ ആഗ്രഹത്തോടെ കഴിവിന്റെ പരമാവധി വിളിച്ചു പറഞ്ഞ് മുങ്ങി മരിക്കുന്നവരാണ്, മുങ്ങി മരിക്കുന്നവനെ പോലെയാണ് ഖബറിലുള്ള ഖബറാളി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മുങ്ങി മരിക്കുന്ന ഒരു മനുഷ്യന് തൊട്ടപ്പുറത്ത് ഒരാളെ കിട്ടിയാൽ അയാളെ പിടിച്ചു വലിക്കും. അത് ചിലപ്പോ മക്കളാവുക. ഒരു മാതാവ് മുങ്ങി മരിക്കുകയാണെന്ന് സങ്കല്പിക്കുക. അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ,
അല്ലാഹു അങ്ങനെയല്ലയോ പറഞ്ഞത്? ഉമ്മമാര് മക്കളോട് കാണിക്കുന്ന കാരുണ്യത്തെക്കാളും അല്ലാഹു അടിമകളോട് കാരുണ്യം കാണിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ കാരുണ്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ കാരുണ്യം മാതാവിന്റെ കാരുണ്യമാണ്, മക്കളോടുള്ള കാരുണ്യം. ആ മാതാവ് വരെ ഒരു കുളത്തിൽ ഇങ്ങനെ മുങ്ങി മരിക്കുകയാണെങ്കിൽ എന്നാ മാതാവ് ആഗ്രഹിക്കുക എങ്ങനെങ്കിലും രക്ഷപ്പെടണം. ആ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു മകൻ ചാടിയാൽ ആ മകനെ പോലും പിടിച്ചു വലിക്കും. ഒരുപക്ഷെ രണ്ടുപേരും മുങ്ങിപ്പോകും. ഉമ്മാക്ക് ആ സമയത്ത് അറിയില്ല ഇതെന്റെ മകനാണ്, മകൻ മരിച്ചു പോകുമെന്നറിയില്ല. അത്രത്തോളം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സ്ഥലമാണ് മുങ്ങി മരിക്കുന്ന സാഹചര്യം. അവനെ പോലെയാണ് ഖബറാളി എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് നബി തങ്ങൾ പറയുന്നു, യൻതലിറു ദഅവതൻ, ആ ഖബറാളി പ്രാർത്ഥനയെ പ്രതീക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ പിതാവ് ഖബറിലാണെങ്കിൽ, നമ്മുടെ മാതാവ് ഖബറിലാണെങ്കിൽ യൻതലിറു ദഅവതൻ, നമ്മുടെ പ്രാർത്ഥനയെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. തൽഹഖുഹു മിൻ അബിൻ, മക്കളാണെങ്കിൽ എന്റെ പിതാവെന്ന് പ്രാർത്ഥിച്ചിരുന്നുവെങ്കിൽ എന്നവർ കൊതിക്കുകയാണ്. ഔ ഉമ്മിൻ, അവരുടെ ഉമ്മയിൽ നിന്ന്, ഔ അഖിൻ, അവരുടെ സഹോദരങ്ങളിൽ നിന്ന്, ഔ സ്വദീഖിൻ, അവരുടെ ചങ്ങാതിമാരിൽ നിന്ന്. ആരാണോ മരിക്കുന്നത്, സുഹൃത്തുക്കളൊന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ, മാതാപിതാക്കളൊന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ, മക്കളൊന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ, ഭാര്യ ഒന്ന് ദുആ ചെയ്തിരുന്നെങ്കിൽ, സഹോദരങ്ങളൊന്ന് ദുആ ചെയ്തിരുന്നുവെങ്കിൽ എന്ന് ഓരോ ഖബറാളിയും ആഗ്രഹിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു പിതാവ് ദുആ ചെയ്താൽ, ഒരു മകൻ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ, ഫഇദാ ലഹിഖതുഹു കാനത് അഹബ്ബ ഇലൈഹി മിനദ് ദുനിയ വമാ ഫീഹാ, അങ്ങനെ ഒരു പ്രാർത്ഥന അവരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു സ്വതഖ അവരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഒരു ഇസ്തിഗ്ഫാർ അവരുടെ ഖബറിടത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ദുനിയാവ് മുഴുവനും അവർക്ക് നൽകുന്നതിനേക്കാളും, ദുനിയാവ് മുഴുവനും അവർക്ക് ലഭിക്കുന്നതിനേക്കാളും സന്തോഷം ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥനയ്ക്കായിരിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നല്ലാഹ അസ്സ വജല്ല, നിശ്ചയം അല്ലാഹു തആല ലയുദ്ഖിലു അലാ അഹ്ലിൽ ഖുബൂർ, ഖബറാളികൾക്ക് നമ്മുടെ ദുആഇനെ എത്തിച്ചു കൊടുക്കും. മിൻ ദുആഇ അഹ്ലിൽ അർളി അംസാലൽ ജിബാൽ, നമ്മൾ കൂട്ടമായി ദുആ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥനകളെല്ലാം അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്കും മരണപ്പെട്ടവർക്കും എത്തിച്ചു കൊടുക്കുമെന്നാണ്. വഇന്ന ഹദിയത്തൽ അഹ്യാഇ ഇലൽ അംവാത്, ജീവിച്ചിരിക്കുന്ന ആളുകൾ, മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി എന്ത് ഹദിയ ചെയ്താലും, അത് ഖുർആനാണെങ്കിലും സ്വതഖയാണെങ്കിലും എന്ത് ഹദിയ ചെയ്താലും അൽ ഇസ്തിഗ്ഫാർ ലഹും, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണത്. അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള കാരണമാണത്. അഥവാ ഒരു 10,000 രൂപ ഈ പള്ളിയുടെ നിർമ്മാണത്തിന് ഞാൻ കൊടുക്കുന്നു, അതെന്റെ പിതാവിന്റെ ഖബറിടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്നൊരാൾ ഹദിയ ചെയ്താൽ ആ പിതാവിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എന്തിനു മക്കളുടെ ദുആ? എന്തിന്? എന്താ അതിന്റെ ആവശ്യം? മക്കളുടെ ദുആഇന്റെ ആവശ്യം പോലുമില്ല. എന്താ നബി തങ്ങൾ പറഞ്ഞു? നമ്മുടെ പള്ളിയുടെ മഖ്ബറകൾ, നമ്മുടെ പള്ളിയുടെ ഖബർസ്ഥാൻ, ആ ഖബർസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന മരങ്ങൾ, ആ മരങ്ങളുടെ പച്ചിലകൾ, ആ പച്ചിലകളുടെ ദുആ പോലും മരണപ്പെട്ട മാതാപിതാക്കൾക്ക്, ആ ഖബറാളിക്ക് എത്തും എന്ന് പറഞ്ഞതാരാ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറയുന്നത്. നോക്കൂ നിങ്ങൾ, സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഹദീസ്. നബി തങ്ങൾ ഇങ്ങനെ നടന്നു പോവാണ്. മറൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിഖബറൈൻ, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു ഖബറിന്റെ അരികത്ത് കൂടി ഇങ്ങനെ നടന്നു പോവാണ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹുമാ ലയുഅദ്ദബാൻ, രണ്ടുപേരെയും അല്ലാഹു ശിക്ഷിക്കുന്നുണ്ട്. വമാ യുഅദ്ദബാനി ഫീ കബീരിൻ, അവർ വൻദോഷം ചെയ്തതിന്റെ പേരിലല്ല അല്ലാഹു അവരെ ശിക്ഷിക്കുന്നത്. വൻദോഷം ചെയ്തതിന്റെ പേരിലല്ല അല്ലാഹു അവരെ ശിക്ഷിക്കുന്നത്. പിന്നെയോ, അമ്മാ അഹദുഹുമാ ഫകാന ലാ യസ്തതിറു മിനൽ ബൗൽ, ഒരാൾ മൂത്രമൊഴിച്ച് മനോഹരിച്ചില്ല. വഅമ്മൽ ആഖറു ഫകാന യംശി ബിന്നമീമ, രണ്ടാമത്തെയാൾ ഫിത്നയും നമീമത്തുമായി നടക്കുന്ന ആളാണ്. രണ്ടുപേരും സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കുന്നവരാണ്. ആ ഖബർസ്ഥാനിൽ എത്ര വ്യഭിചാരികൾ ഉണ്ടാകും, എത്ര കുടിയന്മാരുണ്ടാകും, അവർക്കും നമ്മുടെ ശിക്ഷ അനുഭവിക്കുന്നില്ല. നബി തങ്ങൾ പറഞ്ഞു, രണ്ടാളുകൾ അല്ലാഹു ശിക്ഷിക്കുന്നുണ്ട്.
രണ്ടുപേരും ചെയ്ത തെറ്റെന്തെന്നറിയോ? സമൂഹത്തെ ബാധിക്കുന്ന തെറ്റാണ്. ഒരു വ്യക്തി അവനെ ബാധിക്കുന്ന തെറ്റ് ചെയ്താൽ അവന് സിമ്പിളായിട്ട് തൗബ ചെയ്ത് മാപ്പ് ചോദിച്ച് കരഞ്ഞ് അള്ളാഹുവിനോട് കഴുകിക്കളയാൻ പറ്റും. എന്നാൽ സമൂഹത്തെ ബാധിക്കുന്ന തെറ്റൊരാൾ ചെയ്താൽ അത് ഒറ്റയ്ക്കിരുന്നുള്ള ദുആ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയില്ല. സമൂഹത്തെ ഭിന്നിപ്പിക്കുക, സമൂഹത്തിനിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, സുഹൃത്തുക്കൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക, അഥവാ ഒരു സമൂഹത്തെ ഒരു കെട്ടുറപ്പിനെ ബാധിക്കുന്ന രീതിയിലുള്ള ഫിത്നകൾ ഉണ്ടാക്കുന്നവർ. ഈ രണ്ട് വിഷയങ്ങൾ നോക്കൂ നിങ്ങൾ. ഒന്ന്, മൂത്രമൊഴിച്ച് മനോഹരിച്ചില്ല. അതെങ്ങനെയാണ് സമൂഹത്തെ ബാധിക്കുക? എങ്ങനെയാ ബാധിക്കുക? ബാധിക്കും. എങ്ങനെ? മൂത്രമൊഴിച്ച് മനോഹരിക്കാത്തൊരു മനുഷ്യൻ പള്ളിയിൽ വന്ന് ജമാഅത്തായി നിസ്കരിക്കുക, തൊട്ടപ്പുറത്തവന്റെ നിസ്കാരം ശരിയാവോ? ഇയാൾ നജസാണ്, ഇയാളുടെ വസ്ത്രം നജസാണ്, ഇയാളുടെ ശരീരം നജസാണ്. ഇയാളിങ്ങനെ കൈകെട്ടുന്ന സമയത്ത് ഷോൾഡർ മുട്ടിയിട്ടാണ് നിസ്കരിക്കുക. ഇപ്പുറത്തുള്ള ആളുടെ നിസ്കാരം സഹിയാവൂല, അപ്പുറത്തുള്ള ആളുടെ നിസ്കാരം സഹിയാവൂല. അതെങ്ങനെ പോകും? അപ്പൊ എന്താ സംഭവിക്കുക? ആ പള്ളിയിൽ വന്ന ആ സ്വഫ ആളുകളുടെ നിസ്കാരം മൊത്തം ബാത്തിലാവും. ശരീരത്തിൽ മൂത്രത്തിന്റെ അംശവുമായിട്ട് ഒരാൾ പള്ളിയിലേക്ക് വന്നാൽ അപ്പൊ അത് ആ വ്യക്തിയെ മാത്രം ബാധിക്കുന്ന പ്രശ്നമല്ല, അത് സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. അതുകൊണ്ടാണ് അയാൾ ശിക്ഷിക്കപ്പെടുന്നത്. മറ്റേയാളോ, രണ്ടാമത്തെ ആള് നമീമത്ത് പറഞ്ഞെടുക്കാണ്. അതെന്തായാലും സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. ഒരു ഫിത്നയുടെ ഒരു നാമ്പ് മതി, ഒരു ഫിത്നയുടെ ഒരു കൊള്ളി മതി സമൂഹം മുഴുവനും ആളിക്കത്താൻ. അതെന്തായാലും നമ്മൾ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. നമീമത്തുമായി ഫിത്നയുമായി നടക്കുന്നവർ രണ്ടുപേരും ശിക്ഷിക്കപ്പെടുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ثم أخذ جريدة رطبة فشقها نصفين فغرز في كل قبر واحدة. രണ്ട് ഖബറിന്റെ അടുത്ത് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ രണ്ട് ചെടിയെ നട്ടു വളർത്തുകയാണ്. പച്ചയായ രണ്ട് ചെടികളെ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ആ ഖബറിനോട് ചേർന്ന് നട്ടു വളർത്തുകയാണ്. ഖാലു, സ്വഹാബാക്കൾ ചോദിച്ചു, ലിമ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നിങ്ങൾ എന്തിനാണ് ആ ഖബറിനോട് പച്ചയായ മരം നട്ടു വളർത്താനുള്ള കാരണം? നബി തങ്ങൾ പറഞ്ഞു, ലഅല്ലഹു യുഖഫഫു അൻഹുമാ മാ ലം യൈബസാ. ആ മരം പച്ചയായി നിലനിൽക്കുന്ന കാലത്തോളം അല്ലാഹു അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മരങ്ങൾ പച്ചയായി നിലനിൽക്കുന്ന കാലത്തോളം, ആ മരങ്ങളിൽ പച്ചയായ ഇലകളുള്ള കാലത്തോളം, ആ മരം ചത്തുപോവാത്ത കാലത്തോളം, ആ മരങ്ങളുടെ ഇലകൾ ഖബറാളിക്ക് വേണ്ടി അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുമെന്ന്, പാപമോചനം ചോദിക്കുമെന്ന് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ എന്താ പറഞ്ഞത്? ഈ ചെടി കാരണം അല്ലാഹു ഖബറാളിയുടെ ശിക്ഷയെ ലഘൂകരിക്കുമെന്ന് ഷഫീഉനാ റസൂലുള്ളാഹി. ഇനി നമ്മുടെ വിഷയത്തിൽ നിങ്ങൾ കടന്നു വരൂ പ്രിയപ്പെട്ടവരെ. ഒരു മരത്തിന്റെ ഇല, ഒരു പച്ചയായ മരത്തിന്റെ ഇല, അത് അയാൾ നട്ടുവളർത്തിയതല്ല, ശേഷമുള്ള ആരോ നട്ടുവളർത്തിയ പച്ചയായ ഒരു മരത്തിന്റെ ഇലകളുടെ പ്രാർത്ഥന കൊണ്ട് അവിടെ കിടക്കുന്ന ഖബറാളി രക്ഷപ്പെടുമെങ്കിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദ മൗതിഹി. ഒരു പിതാവിന്റെ മരണശേഷം പിതാവിന് വേണ്ടി സ്വതക്ക ചെയ്യുന്ന, പിതാവിന് വേണ്ടി ദുആ ചെയ്യുന്ന, പിതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പിതാവിന് വേണ്ടി ഖുർആൻ ഓതുന്ന ഒരു മകനുണ്ടെങ്കിൽ ആ മകന്റെ ദുആ കൊണ്ടും സ്വതക കൊണ്ടും ആ ഖബറാളിയായ പിതാവ് രക്ഷപ്പെടൂല എന്ന് പറയുന്നവരും പ്രചരിപ്പിക്കുന്നവരും ചിന്തിക്കുന്നവരും ലോകത്തെ ഏറ്റവും വലിയ വിഡ്ഢികളാണെന്നല്ലാതെ വേറെ ഒന്നും നമ്മൾക്ക് പറയാനില്ല പ്രിയപ്പെട്ടവരെ. അപ്പൊ നമ്മളൊക്കെ മക്കളാണല്ലോ, നമ്മളാണ് ഈ പള്ളിക്ക് വേണ്ടി മാതാപിതാക്കളുടെ പേരിൽ ഹദിയ ചെയ്യേണ്ടവർ, മാതാപിതാക്കൾക്ക് വേണ്ടി സ്വതക ചെയ്യേണ്ടവർ, മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടവർ. അങ്ങനെ സ്വതക ചെയ്ത് ദുആ ചെയ്ത് നമ്മളൊക്കെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ അല്ലാഹുവിനോട് നമ്മുടെ മാതാപിതാക്കൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വളരെ സ്വഹീഹായ ഹദീസിൽ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങളായത് പറഞ്ഞത്. നബി തങ്ങൾ പറഞ്ഞു, നമ്മുടെ മാതാപിതാക്കൾ ഒരു ഖബറാളി അല്ലാഹുവിനോട് ചോദിക്കും, അന്നാ ലീ ഹാദാ, അല്ലാഹുവേ എന്റെ ഖബർ എങ്ങനെയാണ്?
വലിയൊരു മാറ്റമുണ്ടായത്. ഇന്നലെ വരെ നരകത്തിന്റെ ശിക്ഷയായിരുന്നല്ലോ ഇവിടെ, ഇന്നലെ വരെ ഇടുങ്ങിയ ഇരുട്ടറയായിരുന്നു ഇത്. ഇന്നെങ്ങനെയാണ് എന്റെ ഖബറിടം വിശാലമായത്? ഇന്നെങ്ങനെയാണ് എന്റെ ഖബറിടം സ്വർഗീയമായത്? സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടത്, നരകത്തിന്റെ തീജ്വാലകൾ കെട്ടുപോയത്. ഇന്നെങ്ങനെയാണ് പാമ്പുകളും തോളുകളും അകന്ന് സ്വർഗത്തിന്റെ മനോഹരമായ ഭക്ഷണങ്ങളും ഉദ്യാനങ്ങളും എന്റെ ഖബറിലേക്ക് എത്തിയത് എന്നൊരു ഖബറാളി അള്ളാഹുവിനോട് ചോദിക്കുമെന്നും ആ സമയത്ത് അള്ളാഹു ഖബറാളിയോട് പറയുന്നത്, ഇസ്തിഗ്ഫാരി വലദികാലക, നിങ്ങളുടെ മകൻ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നില്ലയോ? നിങ്ങളുടെ മക്കള് ദുനിയാവിലില്ലയോ? അവർ മരിച്ചിട്ടില്ലല്ലോ. ആ മക്കളുടെ പ്രാർത്ഥനയാണ്, ആ മക്കളുടെ സദഖയാണ്, ആ മക്കളുടെ ദുആ ആണ് നിങ്ങൾ രക്ഷപ്പെടാൻ കാരണമെന്ന് ഖബറാളിയോട് അല്ലാഹു പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വന്നാൽ ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗത്തിന്റെ പൂന്തോപ്പാക്കി കൊടുക്കാൻ ഈ ഒരു സദസ്സ് പോരെ? വളരെ സ്വഹീഹായ ഹദീസുകളാണ്. ഈ ഒരു സദസ്സ് മതി, ഈ ഒരു വഅദിന്റെ സദസ്സ് മതി നമ്മുടെ മാതാപിതാക്കളുടെ ഖബറിടം സ്വർഗമാക്കി കൊടുക്കാൻ. നമ്മുടെ ഭർത്താവിന്റെ, നമ്മുടെ ഭാര്യയുടെ, നമ്മുടെ സഹോദരങ്ങളുടെ, നമ്മുടെ മക്കളുടെ, നമ്മുടെ ചങ്ങാതിമാരുടെ, നമ്മുടെ ഉസ്താദുമാരുടെ അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നത്, റബ്ബന ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. നിങ്ങൾ ദുആ ചെയ്യേണ്ടത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങൾ ദുആ ചെയ്യണം, റബ്ബന ഗഫിർ ലനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് പുറത്തു തരണം, വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ ഞങ്ങളെക്കാൾ മുമ്പ് മരിച്ചുപോയവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നത് ഖുർആനാണ്. ഖുർആന ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് മരണപ്പെട്ടു കഴിഞ്ഞാൽ 3ന്റെ ദിവസം നമ്മൾ എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നത്. കുടുംബക്കാരെ, നാട്ടുകാരെ, ചങ്ങാതിമാരെ, ഉസ്താദുമാരെ എല്ലാവരെയും വീട്ടിലേക്ക് ക്ഷണിച്ചു കൂട്ടുകയാണ്. എന്നിട്ട് നമ്മളവിടെ പരിശുദ്ധമായ തഹ്ലീൽ ചൊല്ലുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ നമ്മൾ പരിശുദ്ധമായ സൂറത്തു യാസീൻ ഓതുന്നു. എന്നിട്ട് നമ്മൾ ഉസ്താദുമാര് ദുആ ചെയ്യുന്നു, പടച്ചവനെ ഇവിടെ തടിച്ചുകൂടിയ ആളുകൾ ഓതിയ ദിക്റുകളെ ആ മരിച്ചുപോയ മയ്യിത്തിന് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആരാ ഇത് പറയുന്നത്? ഖുർആന ആവശ്യപ്പെടുന്നത്. റബ്ബന ഗഫിർ ലനാ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറിൽ മറമാടി അതേപോലെ തിരിച്ചു വരരുത്. അതിന്റെ ശേഷവും അവരോട് നിങ്ങൾക്ക് കടപ്പാടുണ്ടാവണം. അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുന്യാൻ. ഒരു മുഅ്മിനിന്റെ ബന്ധം മരണത്തോടുകൂടി അവസാനിക്കുന്നില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ മുഅ്മിനുമായുള്ള ബന്ധം നമ്മുടേത് അവസാനിക്കുന്നില്ല. മരണശേഷം ബന്ധം തുടരണമെന്ന് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയാണ്. എങ്ങനെ? റബ്ബന ഗഫിർ ലനാ, നിങ്ങൾക്ക് ദുആ ചെയ്യുന്നതോടൊപ്പം വലിഇഖ്വാനിനല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, അല്ലാഹുവേ എന്നെക്കാളും മുമ്പ് മരിച്ചുപോയ ആളാണ്, അവർക്കും നീ പുറത്തു കൊടുക്കണേ എന്ന് ദുആ ചെയ്യണമെന്ന് ഖുർആൻ ആവശ്യപ്പെടുന്നത്. അതിന്റെ പേരിലാണ് മരണശേഷം 40 നാളുകൾ ഒരുമിച്ച് കൂടുന്നത്. എല്ലാ വർഷങ്ങളിലും ഒരു തവണയെങ്കിലും എല്ലാവരെയും വിളിച്ചൊരു ആണ്ട് കഴിക്കുന്നത്, അവർക്ക് സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കുന്നത്. എന്തുകൊണ്ട്? നിങ്ങൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം കൊടുത്താൽ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അല്ലാഹു എളുപ്പമാക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സുഭിക്ഷമായ ഭക്ഷണം കൊടുക്കണം, കുടുംബക്കാരെ വിളിക്കണം, ചങ്ങാതിമാരെ വിളിക്കണം, നാട്ടുകാരെ വിളിക്കണം. എന്നിട്ട് ഭക്ഷണം കൊടുത്താൽ നിങ്ങൾ ഭക്ഷണം കൊടുത്താൽ തദ്ഖുലുൽ ജന്ന ബിസലാം, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്നാണ്. മക്കളാ ഭക്ഷണം കൊടുക്കുന്നത് ആരുടെ പേരിലാ? മാതാപിതാക്കളുടെ പേരിൽ മക്കള് ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ ആർക്കാണ് അല്ലാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുന്നത്? ഈ കൊടുത്ത മക്കൾക്കും അതേപോലെ ആർക്കാണോ ലഭിക്കുന്നത്? മാതാപിതാക്കൾ, ഖബറിലുള്ള മാതാപിതാക്കൾക്കും അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കുമെന്നാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ അന്നാലി ഹാദാ, എങ്ങനെയാണ് എന്റെ ഖബർ മാറിയത്? എന്റെ ഖബറിടം എങ്ങനെയാണ് സ്വർഗീയമായത്? എങ്ങനെയാണ് എന്റെ സ്ഥാനമാനങ്ങൾ ഉയർന്നത് എന്ന് ചോദിക്കുമ്പോ അല്ലാഹു പറയുന്ന മറുപടി, ബിസ്തിഗ്ഫാരി വലദിക ലക, നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്തില്ലയോ?
നിങ്ങളുടെ മക്കൾ നാട്ടിലില്ലയോ? അവര് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അവര് നിങ്ങൾക്ക് വേണ്ടി ഖുർആൻ ഓതുന്നുണ്ട്. അവരുടെ പ്രാർത്ഥന കാരണത്താലാണ് നിങ്ങൾ രക്ഷപ്പെട്ടത് എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മൾ ചിന്തിക്കണം. നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയവരെ കുറിച്ച്. അവര് അമല് ചെയ്യാൻ പറ്റാത്ത ലോകത്താണ്, നന്മ ചെയ്യാൻ പറ്റാത്ത ലോകത്താണ്, ഒരു റക്അത്ത് നിസ്കരിക്കാൻ പോലും കഴിയാത്ത ലോകത്താണ്. എന്നാൽ ഒരു റക്അത്തെങ്കിലും കൂടുതൽ നിസ്കരിച്ചിരുന്നുവെങ്കിൽ ഞാൻ രക്ഷപ്പെടുമെന്നുള്ള ചിന്തയുമായി നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുന്നവരാണ് പ്രിയപ്പെട്ടവരെ അവർ. ഞാൻ പറഞ്ഞല്ലോ, ഒരു മുങ്ങി മരിക്കുന്നവരാൾ ആരെങ്കിലും ഒരാൾ സഹായിക്കാൻ വന്നാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ ഓരോ ഖബറാളിയും മക്കളുടെയും കുടുംബക്കാരുടെയും നാട്ടുകാരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്. നോക്കൂ നിങ്ങൾ, മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. ഇആനത്തുൽ ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ മഹാന്മാരായ പണ്ഡിതന്മാര് പറയുന്ന ഒരു സംഭവം കാണാം. അന്ന റജുലൻ റആ ഫിൽ മനാം, അന്ന റജുലൻ റആ ഫിൽ മനാം. ഒരാള് സ്വപ്നം കാണുകയാണ്. ഒരാള് സ്വപ്നം കാണുകയാണ്. എന്താ സ്വപ്നം? അഹ്ലൽ ഖുബൂർ, ഖബറാളികളെ സ്വപ്നം കണ്ടു. അഥവാ നമ്മുടെ കോട്ടപ്പുറം അല്ലേ സ്ഥലത്തിന്റെ പേര്, കോട്ടപ്പുറം എന്ന് പറയുന്ന ഈ മഹല്ലിലെ ഖബർസ്ഥാൻ. ഈ മഹല്ലിലെ ഖബർസ്ഥാനിൽ ഇതിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ മരിച്ചു കിടക്കുന്ന എല്ലാ ഖബറാളികളും ഖബറിന്റെ പുറത്ത് വന്ന് നിൽക്കുക. എന്നിട്ട് എന്തൊക്കെ അവര് വാരി പെറുക്കി ഇങ്ങനെ കൂട്ടുന്നുണ്ട്. മയ്യത്ത് റൂഹ്, ആത്മാക്കൾ വന്നിട്ട് ഖബറിൽ നിന്നിങ്ങനെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ വാരിക്കോരി ഇങ്ങനെ പെറുക്കിയെടുക്കുന്നുണ്ട്, പോക്കറ്റിലിടുന്നുണ്ട്, ഖബറും പിടിച്ചിങ്ങനെ നിറക്കുന്നുണ്ട്. എന്തൊക്കെയോ നിറക്കുന്നതായിട്ടൊരു സ്വപ്നം കണ്ടു. ഖദ് ഖറജൂ മിൻ ഖുബൂരിഹിം ഇലാ ളാഹിരിൽ മഖ്ബറ. അവരുടെ ഖബറിൽ നിന്ന്, ഖബറിന്റെ പുറത്തേക്ക് അവർ കടന്നു വന്നു. എന്നിട്ട് പുറത്തു നിന്ന് എന്തൊക്കെയോ അവർ വാരിക്കൂട്ടുകയാണ്. വഇദാ ബിഹിം യൽതഖിതൂന ശൈഅൻ. എന്തോ അവർ പെറുക്കിയെടുക്കുന്നുണ്ട്. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ അങ്ങനെ നോക്കി, എന്തപ്പോ ഇവരൊക്കെ ഖബറാളികളൊക്കെ പെറുക്കി കൂട്ടുന്നത്? ഫതഅജ്ജബതു മിൻ ദാലിക്. എനിക്കതിൽ അത്ഭുതം തോന്നി. വറഅയ്തു റജുലൻ മിൻഹും ജാലിസാ. അതിലൊരാൾ പുറത്തിങ്ങനെ ഇതിലൊന്നും പങ്കെടുക്കാതെ മാറിയിരിക്കുന്നതും എനിക്ക് കാണാനിടയായി. എല്ലാവരും തിക്കും തിരക്കും കൂട്ടി ഇങ്ങനെ പെറുക്കിയെടുക്കുമ്പോ ഇതൊന്നും എനിക്ക് വേണ്ട, എനിക്കിതിനൊന്നും ആവശ്യമില്ല എന്ന മട്ടിൽ, എന്ന രീതിയിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു സഹോദരൻ പുറത്തു നിൽക്കുന്നതും കാണാനിടയായി. അദ്ദേഹം ഇങ്ങനെ ചാരി ഇരിക്കുകയാണ്. ഒന്നും അയാൾ പെറുക്കിയെടുക്കുന്നില്ല. അപ്പൊ ഞാൻ മെല്ലെ അയാളുടെ അടുത്ത് പോയി, സ്വപ്നം കാണാൻ ഞാൻ മെല്ലെ അയാളുടെ അടുത്ത് പോയി. ഖദ് ദനൗതു, അവനിലേക്ക് ഞാൻ അടുത്തു. വസഅൽതുഹു, ഞാൻ അയാളോട് ചോദിക്കുന്നു, മല്ലദീ യൽതഖിതു ഹൗലാ, എന്താണ് ഇവരൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കുന്നത്? ഈ ഖബറാളികളൊക്കെ എന്താ ഈ സ്വരൂപിക്കുന്നത്, വാരിക്കൂട്ടുന്നത്? അദ്ദേഹം പറഞ്ഞു, യൽതഖിതൂന മാ യുഹ്ദി ഇലൈഹിമുൽ മുസ്ലിമൂന മിൻ ഖിറാഅത്തിൽ ഖുർആനി വസ്സദഖതി വദ്ദുആ. മുസ്ലിമീങ്ങളായ ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകൾ പരിശുദ്ധമായ ഖുർആൻ ഓതി ഹദിയ ചെയ്യുന്നതിനെ അവർ പെറുക്കിയെടുക്കുകയാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ സ്വദഖ ചെയ്ത് ഹദിയ ചെയ്യുന്നതിനെ പെറുക്കിയെടുക്കുകയാണ്. മുസ്ലിമീങ്ങളായ ആളുകൾ ദുആ ചെയ്യുന്ന പ്രാർത്ഥന ഇവർ പെറുക്കിയെടുക്കാൻ വേണ്ടി പുറത്തു വന്നതാണ്. നിങ്ങളുടെ പള്ളിയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ പള്ളിയിൽ ഒരു ദുആ ഉണ്ട്. ഒന്നാമത്തെ ദുആ കഴിഞ്ഞാൽ രണ്ടാമതൊരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ഫാത്തിഹ ഓതുന്നു, സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ, മുഅവ്വിദതൈനി ഓതുന്നു. എന്നിട്ട് മരിച്ചുപോയ ഖബറാളികൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ എന്റെ പള്ളിയിലൊക്കെ ഉണ്ട്. എവിടെ ഉണ്ടാ? ഒരു ദുആ ഇവിടെ, 2 ദുആ ഉണ്ടോ? ഒരു ദുആ നമ്മുടെ പള്ളിയിലൊക്കെ ഉണ്ട്. ഫാത്തിഹ ഓതി, ഇഖ്ലാസ് ഓതി, മുഅവ്വിദതൈനി ഓതിയിട്ട് എല്ലാവരും ഒരു ദുആ, എന്തിന്? മരിച്ചുപോയ മയ്യത്തിന്, ഖബറാളികൾക്ക് വേണ്ടിയുള്ള ഒരു ദുആ. ഇതിലെന്താ പറയാ? അല്ലാഹുമ്മ ഔസിൽ മിസ്ല സവാബി മാ ഖറഅനാഹു മിനൽ ഖുർആനിൽ അളീം. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ ഖുർആൻ ഈ ഖബറാളികൾക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അങ്ങനെ പറയാം. ഖാസതൻ ഇലാ മൻ ദുഫിനു ഹൗല ഹാദൽ മസ്ജിദ് ഖാസ. പഠിച്ചോനെ, ഈ പള്ളിയുടെ ചുറ്റും മരിച്ചു കിടക്കുന്ന, മറപ്പെട്ട് കിടക്കുന്ന ഓരോ ആളുകളുടെ ഖബറിടത്തിലേക്ക് ഞങ്ങൾ ഓതിയതിന്റെ പ്രതിഫലം നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ഈ ഹദിയ ചെയ്യുന്നതിനെ പെറുക്കിയെടുക്കാൻ വേണ്ടി ആളുകൾ വരാണ്, ഖബറാളികൾ പുറത്തു വരാണ്. എന്നിട്ട് എന്താ ദുആ ചെയ്യാ? അല്ലാഹുമ്മ ജഅൽ ഖുബൂറനാ വ ഖുബൂറഹും റൗളതൻ മിൻ റിയാദിൽ ജിനാൻ.
അല്ലാഹുവേ ഞങ്ങളുടെ ഖബറും അവരുടെ ഖബറും നീ സ്വർഗീയമാക്കണേ അല്ലാഹ്. നരകത്തിന്റെ അദാബിൽ നിന്നവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ് എന്നിങ്ങനെ ദുആ ചെയ്യും. അപ്പൊ ഈ പ്രാർത്ഥനയെ, ഈ ദുആഇനെ, ഈ സദഖയെ, നമ്മൾ ഓതുന്ന ഖുർആനിനെ പെറുക്കിയെടുക്കാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ തിക്കും തിരക്കം കൂട്ടാണ്. അപ്പൊ ഒരാൾ മാത്രം ഇതൊന്നും പെറുക്കിയെടുക്കാതെ മാറിയിരിക്കുന്നു. അപ്പൊ സ്വപ്നം കണ്ണ് കാണുന്ന വ്യക്തി അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഫലിമ ലാ തൽതഖിതു അൻത മഅഹും, എന്തേ നിങ്ങളും അവരുടെ കൂടെ പെറുക്കിയെടുക്കാത്തത്? ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ലേ? നിങ്ങൾ എന്തേ ഇത് വാരി പെറുക്കിയെടുക്കാത്തത്? അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, അന ഗനിയുൻ അൻ ദാലിക, എനിക്ക് നിങ്ങളുടെ നാട്ടുകാരുടെ ദുആഇന്റെ ആവശ്യമേ ഇല്ല. നോക്കൂ നിങ്ങൾ, നാട്ടുകാരുടെ ദുആന്റെ ആവശ്യമൊന്നും എനിക്കില്ല, നാട്ടുകാരുടെ പ്രാർത്ഥനയുടെ ആവശ്യമൊന്നും എനിക്കില്ല. അന ഗനിയുൻ അൻ ദാലിക, എനിക്ക് വേറെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് വേറെ കിട്ടുന്നത്? എന്തുകൊണ്ടാ നിങ്ങൾ ഇതിന്റെ ആവശ്യമില്ലാത്ത ആളായി മാറിയത്? അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത്, ശ്രദ്ധിക്കണം, ചെവി തുറന്ന് കേൾക്കണം ആളുകളെ, സഹോദരങ്ങളെ, ചെവി തുറന്ന് കേൾക്കുക. ബിഖത്മത്തിൻ യഖറഉഹാ വയുഹദീഹാ ഇലയ്യ കുല്ല യൗമിൻ ബലദി. ഇന്നാലിന്ന് അങ്ങാടിയിൽ, വളാഞ്ചേരിയിലുള്ള ഇന്നാലിന്നൊരു ഷോപ്പിൽ ഒരു ചെറുപ്പക്കാരനെ കാണാൻ കഴിയും. എന്റെ മകനാണവൻ. ആ മകൻ എനിക്ക് വേണ്ടി ഓതുന്ന പരിശുദ്ധമായ ഖുർആൻ എല്ലാ ദിവസവും ഒരു ഖത്തം ഖുർആൻ ഓതിയിട്ട് എന്റെ മകൻ എനിക്ക് വേണ്ടി ഹദിയ ചെയ്യാറുണ്ട്. അതുകൊണ്ട് നാട്ടുകാരുടെ ദുആഇനെ പെറുക്കിയെടുക്കേണ്ട ഒരു ആവശ്യം എനിക്കില്ല. ഞാൻ എന്റെ മകന്റെ ദുആ കൊണ്ടും മകന്റെ ഖുർആൻ കൊണ്ടും എന്റെ ഖബർ വളരെ സന്തോഷമാണ്. അതുകൊണ്ടാണ് ഞാൻ തിക്കും തിരക്കും കൂട്ടാൻ പോവാത്തത് എന്ന് ആ പിതാവ് സ്വപ്നത്തിലൂടെ കണ്ട വ്യക്തിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത അത്ഭുതം തോന്നി. പിറ്റേ ദിവസം രാവിലെ അയാൾ ഉണർന്നപ്പോൾ നേരെ പോയത് ഈ വളാഞ്ചേരിയിലുള്ള ഇന്നാലിന്ന ഷോപ്പിലേക്കാണ്. ആ ഷോപ്പിലേക്ക് പോയി പറഞ്ഞതുപോലെ ഒരു ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ അയാളുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കുക. കച്ചവടം ചെയ്യുന്നതിനിടയിലും അയാളുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നുണ്ട്, എന്തോ പറയുന്നുണ്ട്, എന്തോ സംസാരിക്കുന്നുണ്ട്. ഞാൻ അയാളോട് പോയി സലാം പറഞ്ഞു. എന്നിട്ട് അയാളോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ ചുണ്ടിങ്ങനെ ചലിപ്പിക്കുന്നത്? ഞാൻ നിങ്ങളെ കുറെ സമയമായി ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ട് നിങ്ങളുടെ ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കാനുള്ള കാരണം എന്ത്? ആ സമയത്താണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത്, അഖറഉൽ ഖുർആൻ, ഞാൻ പരിശുദ്ധമായ ഖുർആൻ ഓതുകയാണ്. ഷോപ്പിലിരിക്കുമ്പോഴും കച്ചവടം ചെയ്യുമ്പോഴും ഞാൻ ഖുർആൻ ഓതുകയാണ്. വഅഹ്ദീഹി ഇലാ വാലിദി, എന്നിട്ട് ഞാൻ എന്റെ പിതാവിന് ഹദിയ ചെയ്യുന്നു. മരിച്ചുപോയ എന്റെ പിതാവ്, ഖബറിടത്തിൽ കിടക്കുന്ന എന്റെ പിതാവിന് ഖുർആൻ ഓതി ഞാൻ ഹദിയ ചെയ്യലാണ്. അതുകൊണ്ടാണ് എന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ആ മനുഷ്യൻ അത്ഭുതത്തോടെ തിരിച്ചു വന്നു. പിന്നെയും ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇതേ ഒരു സ്വപ്നം വീണ്ടും അയാൾ കാണാണ്. പിന്നെയും ഞാൻ ഖബറാളികളെ അന്നത്തേതുപോലെ ഖബറിന്റെ പുറത്ത് വന്ന് വാരിക്കൂട്ടുന്ന സ്വപ്നം ഞാൻ രണ്ടാമതും കണ്ടു. എല്ലാവരും ഖബറിന്റെ പുറത്താണ്. അന്ന് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന മട്ടിൽ മാറി നിന്ന് ചാരി ഇരുന്നിരുന്ന ആ മനുഷ്യനെ ഞാൻ കാണുന്നില്ല. സൂക്ഷിച്ചു നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ നന്മകൾ പെറുക്കിയെടുക്കുന്നവരിൽ ആ സഹോദരനെയും എനിക്ക് കാണാനിടയായി. ഞാൻ അത്ഭുതപ്പെട്ടു. എന്നിട്ട് ഞാൻ രാവിലെ ഉണർന്നു. അന്ന് ഞാൻ പോയ അതേ അങ്ങാടിയിൽ, അതേ ഷോപ്പിലേക്ക് പോയി ആ ചെറുപ്പക്കാരനെ കാണാൻ വേണ്ടി, അന്ന് പരിശുദ്ധമായ ഖുർആൻ ഓതിയിരുന്ന മകനെ കാണാൻ വേണ്ടി ഞാൻ അവിടെ പോയി നോക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അന്വേഷിച്ചു, എവിടെ പോയി കച്ചവടം നടത്തിയിരുന്ന ചെറുപ്പക്കാരൻ എവിടെ? അപ്പ എന്നോട് പറഞ്ഞത് ആ ചെറുപ്പക്കാരൻ മരണപ്പെട്ടു പോയി എന്നുള്ള വാർത്തയാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അഥവാ നിരന്തരമായി മക്കള് ഖുർആൻ ഓതുന്ന കാലത്ത് എനിക്ക് വേറെ ഒരാളുടെ നന്മയും ആവശ്യമുണ്ടായിരുന്നില്ല. എന്റെ മകൻ മരണപ്പെട്ടപ്പോ വീണ്ടും നാട്ടുകാരെ ആശ്രയിക്കേണ്ടി വരികയാണ് ഒരു പിതാവ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ ദുആഇന് കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ സ്വതക്കയ്ക്ക് കാത്തിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഒരു ദുആ കൊണ്ട് ജീവിച്ചിരിക്കുന്ന സമയത്ത് മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ മരണശേഷം അവര് സ്വതക്ക നൽകിയിട്ടും പ്രാർത്ഥിച്ചിട്ടും അവരോട് കരുണ കാണിക്കാൻ നമ്മൾക്ക് സാധിച്ചാൽ മാതാപിതാക്കളോട് ഗുണം ചെയ്തവരിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി.
മഹാന്മാരായ മലക്കുകൾ ദുആ ചെയ്തത് ഓർമ്മയുണ്ടല്ലോ, മൻ അദ്റക അബവൈഹി ഫലം യുഗ്ഫർ ലഹു, മൻ അദ്റക അബവൈഹി. ആർക്കെങ്കിലും ഒരാൾക്ക് വയസ്സായ മാതാപിതാക്കളെ ലഭിച്ചു, വയസ്സായ മാതാവുണ്ട്, വയസ്സായ പിതാവുണ്ട്, എന്നിട്ട് അയാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അയാളെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാതാപിതാക്കളുണ്ട്, എന്നിട്ടും വയസ്സായ ഉമ്മയുണ്ട്, വയസ്സായ ഉപ്പയുണ്ട്. അഥവാ 60 കഴിഞ്ഞൊരു പിതാവും 60 കഴിഞ്ഞൊരു മാതാവും നമ്മൾക്കുണ്ട്. ഇനി ആരെങ്കിലും ഒരാൾ മരിച്ചു, ഒരാൾ ജീവിച്ചു, ആരെങ്കിലും ഒരാളെങ്കിലും 60 കഴിഞ്ഞവർ നമ്മൾക്കുണ്ട്. വയസ്സന്മാരെന്ന് പറയുന്നത് 60 കഴിഞ്ഞ ആളുകളെ, മധ്യവയസ്കരെന്ന് 60ന്റെ താഴെയുള്ള ആളുകളെ മധ്യവയസ്കരെന്നാ പറയാ. 15 മുതൽ 40 വരെ യുവാക്കളാണ്. ഇസ്ലാമിൽ ടീനേജ് എന്ന് പറയുന്ന ഒരു പ്രായം ഇസ്ലാമിലില്ല. പ്രായപൂർത്തി എത്തിയ അയാൾ യുവാവാണ് ഇസ്ലാമിൽ. പക്ഷേ നമ്മുടെ സാമൂഹികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ നാട്ടിലേക്കുള്ള നമ്മുടെ മൊത്തത്തിലുള്ള ഒരു കൾച്ചർ, ഒരു സംസ്കാരം വെച്ച് നോക്കുമ്പോൾ 19 വയസ്സ് വരെ ടീനേജ് എന്നാ പറയാ, കുട്ടികൾ ടീനേജ് എന്നാ പറയാ. ഇസ്ലാമിൽ അങ്ങനെ ഒരു ടീനേജ് ഇല്ല. എപ്പോഴാണോ ഒരാൾക്ക് പ്രായപൂർത്തി എത്തുന്നത് അന്നു മുതൽ അയാൾ യുവാവാണ്, അന്നു മുതൽ അയാൾ യുവതിയാണ്. ഏതുവരെ? 40 വയസ്സ് വരെ അയാളെ കുറിച്ച് യുവാവ് എന്ന് പറയാം, ഷാബ് എന്ന് പറയാം. 39 വയസ്സായാലും അയാൾ യുവാവാണ്. 40 വയസ്സ് കഴിയലോടുകൂടി അയാൾ എന്തായി? പിന്നെ മധ്യവയസ്കരായ ആളുകളെ 40 to 60 ഒരാളെ മധ്യവയസ്കൻ എന്ന് പറയാം. 60 കഴിഞ്ഞ പിന്നെ അവരെ വയസ്സൻ എന്നാ പറയാ, വയസ്സന്മാരുടെ ലിസ്റ്റിലാണ്. അപ്പൊ വയസ്സായൊരു മാതാവ്, പ്രായമായൊരു മാതാവ്, 60 കഴിഞ്ഞൊരു മാതാവ് ഒരാൾക്കുണ്ട്. എന്നിട്ടും ആ മാതാവ് മരിച്ചു പോകുന്ന സമയത്ത് മക്കളുടെ ദോഷങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ, മക്കളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ, ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ കഴിയുക? 60 കഴിഞ്ഞ മാതാപിതാക്കൾ ഒരാൾക്കുണ്ടായാൽ ആ മക്കളുടെ സർവമാന പാപങ്ങളും പൊറുക്കപ്പെടണം. പിന്നെ അവർക്ക് തെറ്റുണ്ടാവാൻ പാടില്ല, പിന്നെ അവർക്ക് ദോഷം ഉണ്ടാവാൻ പാടില്ല. അഥവാ നിങ്ങൾ തൗബ പോലും ചെയ്യാതെ, തൗബ ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല, തൗബ പോലും ചെയ്യാതെ മാതാപിതാക്കളോട് നിങ്ങൾ മാന്യമായി പെരുമാറിയാൽ നിങ്ങളുടെ സർവമാന പാപങ്ങൾ അല്ലാഹു പുറത്തരും. ഇനി നിങ്ങൾ തൗബ നിരന്തരമായി ചെയ്യുന്നു, മാതാപിതാക്കളോട് മോശമായി പെരുമാറുന്നു, പാപങ്ങൾ പൊറുക്കപ്പെടൂല. സുജൂദിൽ കിടന്ന് തഹജ്ജുദിന്റെ സമയത്ത് കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അള്ളാഹുവിനോട് ദുആ ചെയ്താൽ, അതേ സമയം 60 കഴിഞ്ഞ മാതാവും പിതാവും ഉണ്ടായിട്ട് അവരെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടൂല, നിങ്ങളുടെ തൗബ അല്ലാഹു സ്വീകരിക്കൂല. അപ്പൊ തൗബ സ്വീകരിക്കാനുള്ള മാനദണ്ഡം 60 കഴിഞ്ഞ ഉമ്മയും ഉപ്പയും നമ്മൾക്കുണ്ടെങ്കിൽ അവരെ നമ്മൾ ശുശ്രൂഷിക്കുക എന്നുള്ളതാണ്, അവരെ നമ്മൾ പരിപാലിക്കുക എന്നുള്ളതാണ്, അവരോട് നമ്മൾ കാരുണ്യം കാണിക്കുക എന്നുള്ളതാണ്, അവരോട് നമ്മൾ ഗുണം ചെയ്യുക, അവരോട് നമ്മൾ നന്മ ചെയ്യുക എന്നുള്ളതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആമീൻ 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 എന്ന് പറഞ്ഞു. ആരാ ദുആ ചെയ്യുന്നത്? മലക്കാണ്. ആരാ ആമീൻ പറയുന്നത്? ഹബീബായ നബി തങ്ങളാണ്. ജിബ്രീൽ മലക്കുകളുടെ നേതാവാണ്, നബി തങ്ങൾ ലോകത്തിന്റെ നേതാവാണ്. ആ ഹബീബായ നബി തങ്ങൾ ആമീൻ എന്ന് പറയുന്നത് മൻ അദ്റക അബവൈഹി ഫലം യുഗ്ഫർ ലഹു, മാതാപിതാക്കൾ ഉണ്ടായിട്ടും ഒരാളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുത്തില്ല എങ്കിൽ അല്ലാഹു അവരെ സ്വർഗ്ഗത്തിൽ നിന്ന് മാറ്റി നിർത്തട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ മരിച്ചു, അവർക്ക് നന്മ ചെയ്യാൻ, അവർക്ക് ഗുണം ചെയ്യാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് പറ്റിയിട്ടില്ല. എന്താ ചെയ്യാ? അതാണ് അടുത്ത ഹദീസ് മഹാനായ ഇമാം തുബ്രാനി തങ്ങൾ പറയാണ്, അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാണ്, മൻ സാറ ഖബ്റ അബവൈഹി ഔ അഹദിഹിമാ ഫീ കുല്ലി ജുമുഅ, എല്ലാ വെള്ളിയാഴ്ചയും ആഴ്ചയിൽ ഒരു തവണ മാതാപിതാക്കളുടെ ഉമ്മയുടെയോ ഉപ്പയുടെയോ ഖബർ ഒരാൾ സിയാറത്ത് ചെയ്താൽ ഉഫിറ ലഹു വ കുതിബ ബർറാ, അയാളുടെ സർവമാന പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, മാതാപിതാക്കളോട് ഗുണം ചെയ്തവരിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുമെന്ന്, മാതാപിതാക്കളോട് നന്ദി കാണിച്ചവരിൽ, മാതാപിതാക്കളോട് മാന്യമായി പെരുമാറിയവരിൽ, മാതാപിതാക്കളെ ബഹുമാനിച്ചവരിൽ അല്ലാഹു അവരെ ഉൾപ്പെടുത്തുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുന്നത് മഹാനായ ഇമാം തുബ്രാനി തങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഇനിയും മാതാപിതാക്കളോട് നന്മ ചെയ്യാൻ, ഗുണം ചെയ്യാൻ നമ്മൾക്ക് അവസരമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിലേക്ക് പോയപ്പോൾ അവിടെ ഒരു കാൽ പെരുമാറ്റം കേൾക്കാനിടയായി. ആരോ ഒരാൾ നടക്കുന്ന ശബ്ദം കേൾക്കാനിടയായി.
ഇടയായി. നബി തങ്ങൾ ചോദിച്ചു, ആരാണത്? അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നത്, അതാ ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. ഇത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയാണ്. അപ്പോഴാണ് നബി തങ്ങൾക്ക് മനസ്സിലായത്, എന്നെക്കാളും മുമ്പ് എന്നെ സ്വീകരിക്കാൻ ഒരാൾ സ്വർഗത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ പോകുന്നതിന് മുമ്പ് ഒരാൾ സ്വർഗത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ ആണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം കാന ബാറൻ ലി ഉമ്മിഹി, ഉമ്മയോട് മാന്യമായി പെരുമാറിയ ആളാണ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ. അല്ലാഹുവിന്റെ ഹബീബ പറയുന്നത്, എന്നെക്കാളും മുമ്പ് ഹാരിസത്ത് ഇബ്നു നുഅ്മാൻ എന്നവർ സ്വർഗത്തിലെത്താനുള്ള കാരണം അയാൾ ഉമ്മയോട് മാന്യമായി പെരുമാറിയവരാണ്, ഉമ്മയോട് റെസ്പെക്റ്റോടെ പെരുമാറിയവരാണ്, ഉമ്മയെ വേദനിപ്പിക്കാത്തവരാണ്, ഉമ്മയുടെ പൊരുത്തം വാങ്ങിച്ചവരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഉമ്മയുടെ പൊരുത്തമില്ലാതെ ഒരു പുരുഷനും നാളെ സ്വർഗത്തിലെത്താൻ കഴിയുകയില്ല. മാതാവിന്റെ താക്കോൽ ലഭിക്കാതെ, മാതാവിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ ഒരാൾക്കും നാളെ അള്ളാഹു സ്വർഗം നൽകാൻ പോകുന്നില്ല. ഇതേപോലെ ഒരു പെണ്ണിനും അള്ളാഹു നാളെ സ്വർഗം നൽകാൻ പോകുന്നില്ല. ഏതുവരെ? സ്വന്തം ഭർത്താവിന്റെ കയ്യിൽ നിന്ന് സർട്ടിഫിക്കറ്റ് ലഭിക്കാതെ, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് താക്കോൽ ലഭിക്കാതെ, ഭർത്താവിന്റെ കയ്യിൽ നിന്ന് പൊരുത്തം ലഭിക്കാതെ ഒരു പെണ്ണിനും അള്ളാഹു നാളെ സ്വർഗം നൽകാൻ പോകുന്നില്ല. ഏതെങ്കിലും ഒരു പെണ്ണ്, ഏതെങ്കിലും ഒരു ഭാര്യ മരിച്ചു പോകുന്ന സമയം അവളുടെ ഭർത്താവിന് അവളെ കുറിച്ച് നല്ല അഭിപ്രായമാണെങ്കിൽ അല്ലാഹു തആല അവൾക്ക് സ്വർഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്? അതിന്റെ വിപരീതാർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ഏതെങ്കിലും ഒരു ഭാര്യ മരിച്ചു പോകുന്ന സമയം ആ പെണ്ണിന്റെ ഭർത്താവിന് അവളെ കുറിച്ച് നല്ല അഭിപ്രായമല്ലെങ്കിൽ ആ പെണ്ണ് സ്വർഗത്തിലെത്തൂല എന്നാണ് ഈ ഹദീസിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു പുരുഷൻ അല്ലാഹു സ്വർഗം നൽകണമെങ്കിൽ ഒരു പെണ്ണിന്റെ ആവശ്യമുണ്ട്. ഒരു പുരുഷൻ അല്ലാഹു സ്വർഗം നൽകണമെങ്കിൽ ഒരു പെണ്ണിന്റെ ആവശ്യമുണ്ട്. ആരാണ് ആ പെണ്ണ്? ഉമ്മ. ഒരു പുരുഷന് സ്വർഗം കിട്ടണമെങ്കിൽ ഉമ്മാന്റെ ആവശ്യമുണ്ട്. ഒരു പെണ്ണിന് സ്വർഗം കിട്ടണമെങ്കിൽ ഒരു പുരുഷന്റെ ആവശ്യമുണ്ട്. ആരാണ് ആ പുരുഷൻ? ഭാര്യ, ഭർത്താവ്. അപ്പൊ പെണ്ണും ചെറുതല്ല, ആണും ചെറുതല്ല. അപ്പൊ ചില ആളുകള് ഭർത്താവിന്റെ പൊരുത്തുണ്ടെങ്കിലേ പെണ്ണ് സ്വർഗത്തിലെത്തൂ എന്ന് പറയുമ്പോ ഈ ഒരു ഹദീസിനെ മിസ്യൂസ് ചെയ്തിട്ട് എന്ത് പറയും? ഇസ്ലാം പാട്രിയാർക്കലാണ്, ആൺമേധാവിത്വമാണ്, ആൺമേൽക്കൊയ്മയാണെന്നൊക്കെ പറയും. എന്നാ അതേ ഇസ്ലാം തന്നെയാ പറയുന്നത്, ഒരു പുരുഷന് സ്വർഗത്തിലെത്തണമെങ്കിൽ പെണ്ണായ ഉമ്മയുടെ സർട്ടിഫിക്കറ്റ് വേണം, പെണ്ണായ ഉമ്മയുടെ പൊരുത്തം വേണം. അപ്പൊ പെണ്ണ് ചെറുതാണോ? ഇവിടുത്തെ പെണ്ണ് വലുതാ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? ഇതിൽ നിന്ന് കിട്ടുന്ന വലിയൊരു ആശയമുണ്ട്. മൊത്തമായി നമ്മൾക്ക് ലഭിക്കുന്ന ഒരു തീമുണ്ട്. എന്താണ് തീം? ഉമ്മയെ നോക്കണം, ഉമ്മയെ നമ്മൾ ശ്രദ്ധിക്കാതിരിക്കരുത്. അതോടൊപ്പം ഒരു പെണ്ണ് ഭർത്താവിനെ നോക്കണം, ഭർത്താവിനെയും റെസ്പെക്ട് ചെയ്യണം. അപ്പോ ഒരു പെണ്ണ് എന്താ ചിന്തിക്കേണ്ടത്? എന്റെ ഭർത്താവിന് സ്വർഗം കിട്ടണമെങ്കിൽ എന്റെ ഭർത്താവിന്റെ ഉമ്മയെ റെസ്പെക്ട് ചെയ്യണം. അപ്പൊ ഭർത്താവിന്റെ ഉമ്മ എന്നോട് എന്ത് മോശമായിട്ട് പെരുമാറിയാലും ഭർത്താവിന് സ്വർഗം കിട്ടൽ എന്റെ ആവശ്യം കൂടി ആയതുകൊണ്ട് ഭർത്താവിന്റെ ഉമ്മയുടെ കുറവുകൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറയാൻ പാടില്ല. ഭർത്താവിന്റെ ഉമ്മയുടെ കുറവുകളും ന്യൂനതകളും ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവിന്റെ ഉമ്മയോട് വെറുപ്പ് തോന്നി തുടങ്ങും. വെറുപ്പ് തോന്നി തുടങ്ങിയാൽ ഭർത്താവിന് ഉമ്മയോട് അനിഷ്ടമുണ്ടാകും. അനിഷ്ടമുണ്ടായി അപമര്യാദയായി പെരുമാറിയാൽ എൻ്റെ ഭർത്താവിന് സ്വർഗം നഷ്ടപ്പെടും. എൻ്റെ ഭർത്താവിന് സ്വർഗം നഷ്ടപ്പെടുമ്പോൾ അത് എൻ്റെ കൂടി താക്കോലാണ് നഷ്ടപ്പെടുന്നത് എന്ന ഒരു ചിന്ത ആർക്കുണ്ടാവണം? ഭാര്യയ്ക്കുണ്ടാവണം. മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ, അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അല്ലാഹുവിന്റെ ഹബീബിനെക്കാളും മുമ്പ് വേറൊരാളും സ്വർഗത്തിലെത്തിയിട്ടുണ്ട്. ഇതേപോലെ കാൽപെരുമാറ്റം നടക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്, ആരാണത്? നബി തങ്ങൾ ചോദിച്ചു ജിബ്രീലിനോട്, ആരാണത്? ആരുടെ ശബ്ദമാണത്? അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, അത് ഉമ്മു സുലൈം, മഹാനായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ
ഉമ്മു സുലൈം ബീവിയാണ്. അപ്പോഴാണ് ഹബീബായ നബി തങ്ങൾ പറയുന്നത്, കാനതു തുർലി സൗജഹാ, വെറുതെയല്ല ഉമ്മു സുലൈം സ്വർഗ്ഗത്തിലെത്തിയത്, വെറുതെയല്ല ഉമ്മു സുലൈം എന്ന് പറയുന്ന പെണ്ണ് സ്വർഗ്ഗത്തിലെത്തിയത്. കാനതു തുർലി സൗജഹാ, സ്വന്തം ഭർത്താവിനെ വല്ലാതെ പൊരുത്തപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന, സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, റെസ്പെക്ട് ചെയ്യുന്ന, അനുസരണയുള്ള പെണ്ണായിരുന്നു ഉമ്മു സുലൈം. അതുകൊണ്ടാണ് ഉമ്മു സുലൈം എന്നെക്കാളും മുമ്പ് സ്വർഗ്ഗത്തിലെത്തിയത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് പുരുഷന്മാരായ നമ്മളെല്ലാം നമ്മുടെ മാതാപിതാക്കളോട് കടമപ്പെട്ടവരാണ്. അവരുടെ പൊരുത്തമില്ലാതെ, അവരുടെ കയ്യിൽ നിന്ന് ചാവി കിട്ടാതെ നമ്മൾക്ക് ഒരാൾക്കും സ്വർഗ്ഗത്തിലെത്താൻ കഴിയില്ല. അങ്ങനെ ഏതെങ്കിലും ഒരു മാതാപിതാക്കള് മരണപ്പെട്ടു പോയ മക്കളുണ്ട് ഇവിടെ, അവരുടെ പൊരുത്തം ലഭിച്ചോ ഇല്ലേ എന്നറിയില്ല. മാതാപിതാക്കളുടെ പൊരുത്തമില്ലാതെ അള്ളാഹുവിന്റെ പൊരുത്തമില്ല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാതാപിതാക്കളുടെ വെറുപ്പാണ് അള്ളാഹുവിന്റെ വെറുപ്പ്. അപ്പൊ മാതാപിതാക്കളുടെ പൊരുത്തം ലഭിക്കാനുള്ള വഴി എന്താണ്? മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്താൽ എല്ലാ ആഴ്ചയിലും ഒരു തവണയെങ്കിലും മിനിമം ആ മക്കളുടെ പ്രാർത്ഥന, ആ മക്കളുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മാത്രമല്ല, അയാൾ അല്ലാഹു തആല മാതാപിതാക്കളോട് നന്മ ചെയ്തവരിൽ അല്ലാഹു എണ്ണുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഖബറാളികൾ നമ്മെ കാണുന്നുണ്ട്, ഖബറാളികൾ നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതൊന്നും തമാശയല്ല. ഖബറാളികൾക്ക് ദുനിയാവിലുള്ള പലതും കാണുന്നുണ്ട്. നോക്കൂ നിങ്ങളെ, ഉസ്മാൻ ഇബ്നു സൗദ എന്ന് പറയുന്ന ഒരു പ്രഗത്ഭനായ പണ്ഡിതനുണ്ട്. മുൻകാലത്ത് കഴിഞ്ഞുപോയ സലഫുസ് സാലിഹീങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഒരു പണ്ഡിതൻ. വകാനതു ഉമ്മുഹു മിനൽ ആബിദാത്ത്, ആ സലഫുസ് സാലിഹീങ്ങളിൽപ്പെട്ട അദ്ദേഹത്തിന്റെ മാതാവ് വലിയ സ്വാലിഹത്തായ ഉമ്മയായിരുന്നു. റാഹിബ, അങ്ങനെ നാട്ടുകാർ വിളിച്ചിരുന്നത്. റാഹിബ എന്ന് പറഞ്ഞാൽ സൂഫിയായ ഒരു പെണ്ണ് എന്നാ വിളിക്കുക. നമ്മുടെ നാട്ടിലുള്ള ടേം എന്താണെന്ന് എനിക്കറിയില്ല. നല്ല സൂഫിയായ ഒരു പെണ്ണുങ്ങളെ അജ്ജുമ എന്നൊക്കെ വിളിക്കാറുണ്ട്, ബീവി അജ്ജുമ എന്നൊക്കെ വിളിക്കാറുണ്ട്, സൂഫിച്ചി എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ റാഹിബ എന്ന നാട്ടുകാർ വിളിക്കുന്നത് തന്നെ റാഹിബ എന്ന. വലിയ മുത്തഖിയാന്നൊക്കെ പറയില്ലേ, വലിയ മുത്തഖിയാണ് ആ മനുഷ്യൻ. അതേപോലെ അങ്ങനെ ഒരു റാഹിബ നാട്ടിൽ വളരെ പേരുള്ള, സൽപ്പേരുള്ള ഒരു ഉമ്മയാണ്. വളരെ സൂഫിയായ ഒരു പെണ്ണുങ്ങളാണ് ഉസ്മാൻ ഇബ്നു സൗദ എന്ന് പറയുന്ന ആ മഹാന്റെ മാതാവ്. ആ മാതാവ് രോഗാസന്നയായി, രോഗശയ്യയിലാണ്, മരിക്കാനുള്ള സമയമായി. ആ സമയത്ത് മകൻ അടുത്തേക്ക് വിളിച്ചു. മരണം ആസന്നാവാൻ, മരിക്കാൻ വേണ്ടി പോവാ. ആകാശത്തേക്ക് അയാൾ, ആ പെണ്ണുങ്ങൾ കണ്ണുയർത്തി, ആകാശത്തേക്ക് തല ഉയർത്തി. എന്നിട്ട് തൊട്ടപ്പുറത്തുള്ള മകനെ വിളിച്ചു, യാ ദുഖ്രി വ ദഖീറതി, എന്റെ പൊന്നുമോനെ, എന്റെ പൊന്നുമോനെ. ഇൻദൽ മൗത്ത്, മരണസമയത്ത് മകനെ വിളിക്കാണ്. ലാ തുഹിഷ്നി ഫീ ഖബ്രി, ഞാൻ മരിച്ചാൽ നീ എന്നെ ഖബറിൽ ഒറ്റയ്ക്കാക്കരുതേ, ഞാൻ മരിച്ചാൽ നീ എന്നെ ഖബറിൽ ഒറ്റയ്ക്കാക്കരുത്. ആരാ പറയുന്നത്? മാതാവ്. മരിക്കുന്ന സമയത്ത് മകനോട് പറയാണ്, എന്റെ മരണശേഷം എന്നെ ഖബറിൽ നീ ഒറ്റയ്ക്കാക്കരുത് എന്ന് പറഞ്ഞാൽ എന്റെ കൂടെ ഖബറിൽ നീയും കിടക്കണം എന്നല്ല അതിനർത്ഥമുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് ദിവസം കഴിഞ്ഞു. ആ മാതാവ് മരണപ്പെട്ടു പോയി. മാതാവിന്റെ മരണശേഷം കുന്തു ആതിഹാ ഇൻദൽ ഖബ്രി, മാതാവിന്റെ ഖബറിടത്തിലേക്ക് ഞാൻ വരാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും. അദൂ ലഹാ, എന്നിട്ട് ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യും. വഅസ്തഗ്ഫിറു ലഹാ, എന്റെ ഉമ്മാക്ക് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടും. വലി അഹ്ലിൽ ഖുബൂർ, എന്റെ ഉമ്മയുടെ ചുറ്റും മരിച്ചു കിടക്കുന്ന എല്ലാ ഖബറാളികൾക്കും ഞാൻ ദുആ ചെയ്യാറുണ്ട്. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞതിന്റെ ശേഷം എനിക്ക് എന്റെ ഉമ്മയെ സ്വപ്നത്തിൽ കാണാനിടയായി. ഫറഅയ്തുഹാ ദാത ലൈലത്തിൻ ഫീ മനാമി, എന്റെ ഉമ്മയെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഫഖുൽതു യാ ഉമ്മാ, ഉമ്മാ എന്ന് പറയുന്നു. സുഖം തന്നെയാണോ എന്ന് ഞാൻ ചോദിച്ചു. കൈഫ അൻതി യാ ഉമ്മാ, നിങ്ങളുടെ ഖബറിലുള്ള അവസ്ഥ എന്താണെന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ ഉമ്മ പറയുന്നത്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അന്നലിൽ മൗതി ലഖുർബത്തുൻ ശദീദ, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് മോനെ, അസഹനീയമായ വേദനയുണ്ട് മോനെ. ഒരാൾ മരിക്കുന്ന സമയത്ത്
അസഹനീയമായ വേദനയുണ്ടായാൽ അത് മോശമായ മരണമെന്ന അർത്ഥമില്ല പ്രിയപ്പെട്ടവരെ. നമ്മൾ അങ്ങനെയാ തെറ്റിദ്ധരിക്കുക. ഒരാൾ സക്കറാത്തുൽ മൗത്ത് മരണത്തിന്റെ വേദന ഒരുപാട് കാലം നീണ്ടുപോകുന്നവരുണ്ട്. ഒരാഴ്ചയും രണ്ടാഴ്ചയൊക്കെ വേദന അനുഭവിച്ച് മരിച്ചു പോകുന്നവരുണ്ട്. അപ്പൊ നമ്മൾ എന്താ പറയാ? അയാളെന്തോ പഴയ കാലത്ത് ചെയ്ത തെറ്റിന് അള്ളാഹു നൽകുന്ന ശിക്ഷയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. എന്നാൽ അത് തെറ്റാണ്. ഒരുപക്ഷെ നല്ലവരായ ആളുകൾക്കാണ് അള്ളാഹു അതികഠിനമായ വേദനയുള്ള മരണം നൽകുന്നത്. ഹബീബായ നബി തങ്ങൾ അങ്ങനെയല്ലയോ പറഞ്ഞത്? ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു വേദനയില്ലാതെ ഒരാളെ കൊണ്ടുപോകണമെങ്കിൽ അതിനേറ്റവും അർഹരായവർ ഹബീബായ നബി തങ്ങളല്ലയോ പ്രിയപ്പെട്ടവരെ? അല്ലേ? ആരാണ് ജീവിതത്തിൽ ഒരു മഅസൂം എന്ന് പറയാൻ പറ്റുന്ന ഒരാളാരാ? ലോകത്ത് കടന്നു വന്നവരിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ ഉറപ്പ് പറയാൻ പറ്റുന്നവർ ഹബീബായ നബി തങ്ങളല്ലാത്ത പിന്നെ ആരാണ് പ്രിയപ്പെട്ടവരെ? ഹബീബായ നബി തങ്ങളുടെ ശേഷം ഒരു മഅസൂം പോലും വന്നിട്ടില്ലല്ലോ. ആ ഹബീബല്ലയോ വേദനയില്ലാതെ മരിച്ചു പോകേണ്ടത്. എന്നാൽ ആ ഹബീബ് പോലും പറഞ്ഞത് ഇന്നലിൽ മൗതി ലസകറാത്ത്, മരണത്തിന് സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ട് പ്രിയപ്പെട്ടവരെ. അല്ലാഹുവിന്റെ ഹബീബ് തന്നെ പറയുന്നുണ്ട്, അള്ളാഹുവിനോട് ഒരാൾക്ക് ഇഷ്ടം തോന്നിയാൽ, അള്ളാഹുവിനൊരാളോട് സ്നേഹം തോന്നിയാൽ, ബഹുമാനം തോന്നിയാൽ സ്വർഗീയ ലോകത്ത് ഉന്നതമായ പദവി നൽകണമെന്ന് അള്ളാഹു തീരുമാനിച്ച്, എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ച ആ ഒരു സ്ഥാനത്തേക്ക് അയാൾ നന്മ കൊണ്ട് എത്തിയില്ല എങ്കിൽ അള്ളാഹു ചെയ്യുന്നത് മരണസമയത്ത് അസഹനീയമായ വേദന നൽകും അയാൾക്ക്. അയാൾ വേദന കടിച്ചിറക്കി പിശാചിന്റെ ഷർറ് അല്ലെ, അല്ലാത്ത വേദന, അസഹനീയമായ വേദന. ആ സമയത്ത് ആര് വരും? പിശാച് വരും. ദാഹമൗത്തത് കൂട്ടിടും, ഇബ്ലീസ് കൂസിനെ കാട്ടിടും, നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബന. പഠിച്ചോനെ, ബദരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് മരിക്കുന്ന സമയം പിശാച് വെള്ളവുമായി വന്നാൽ പിശാചിന്റെ ഷർറിൽ നിന്ന് തന്നെ നീ കാക്കണേ അല്ലാഹ്. സഹനീയമായ ദാഹമുണ്ടാകും, സഹിക്കാൻ കഴിയാത്ത വേദനയുണ്ടാകും. ആ വേദനയുള്ള സമയത്ത് അവർ കടിച്ചിറക്കി അള്ളാഹുവിനെ മനസ്സിൽ ധ്യാനിച്ച് അള്ളാഹുവിനോർത്ത് ജീവിക്കും. പിശാചിന്റെ ഷറിൽ നിന്ന് അവർ രക്ഷപ്പെടും. അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ച സ്ഥാനത്തേക്ക് എത്തുമ്പോഴാണ് അള്ളാഹു അവരുടെ റൂഹിനെ പിടിക്കുക എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ ഈ ഉമ്മ പറയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, അന്നലിൽ മൗതി ലകുർബത്തുൻ ഷദീദ, മരണത്തിന് അസഹനീയമായ വേദനയുണ്ട്. പക്ഷേ എന്നാലും വഅന ബിഹംദിൻ ഫീ ബർസഖിൻ മഹ്മൂദ്, അല്ലാഹുവിനോട് സ്തുതി, അൽഹംദുലില്ലാഹ്, എന്റെ ഖബർ വളരെ സന്തോഷമാണ്. യഫ്തരിഷു ഫീഹി റൈഹാൻ, അവിടെ പട്ടുകളുണ്ട്, മെത്തകളുണ്ട്, തലയണയുണ്ട്, പില്ലുണ്ട്, എല്ലാ സംവിധാനങ്ങളും അല്ലാഹു തആല ലോകാവസാനം വരെ എനിക്ക് വേണ്ടി സജ്ജീകരിച്ചിട്ടുണ്ട്. ഖബറിൽ എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ് ഖബറിൽ. അപ്പോഴാണ് മകൻ ചോദിക്കുന്നത്, അലക്കി ഹാജ, ഒരു മോൻ എന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇനി വല്ലതും ചെയ്തു തരാനുണ്ടോ? ഒരു മകൻ എന്ന രീതിയിൽ എന്റെ ഭാഗത്തു നിന്ന് വല്ലതും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അപ്പോഴാണ് ആ മകൻ പറയുന്നത്, ആ ഉമ്മ പറയുന്നത്, നഅം, അതേ മോനെ, ഒരു മകൻ എന്ന രീതിയിൽ നീ എനിക്കിനി ചെയ്തു തരേണ്ടത്, ലാ തദഅ മാ അൻത അലൈഹി മിൻ സിയാറതിനാ വദ്ദുആഇ ലനാ, നീ എപ്പോഴും ആഴ്ചയിൽ ഒരു തവണ സിയാറത്ത് ചെയ്യാൻ വരുന്നുണ്ടല്ലോ, അത് നീ ഉപേക്ഷിക്കാൻ പാടില്ല. നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ടല്ലോ, ഖുർആൻ ഓതാറുണ്ടല്ലോ, അത് നീ ഉപേക്ഷിക്കരുത് മോനെ. നിന്റെ മരണം വരെ നീ അത് തുടരണമെന്നാണ് ആ മാതാവ് മകനോട് പറയുന്നത്. ഫഇന്നീ ലഉബശ്ശിറു ബിമജീഇക യൗമൽ ജുമുഅ ഇദാ അഖ്ബൽത, നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എനിക്കൊരാൾ സന്തോഷ വാർത്ത അറിയിക്കും. വെള്ളിയാഴ്ച ദിവസം നിന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ എന്റെ ഖബറിടത്തിലേക്ക് ഒരാൾ കടന്നു വന്ന് എന്നോട് സന്തോഷ വാർത്ത അറിയിക്കും. എന്താണ് പറയുന്നതെന്നറിയോ? യാ റാഹിബ, അല്ലയോ സഹോദരി, ഹാദാ ഇബ്നുക, നിന്റെ ഇന്നാലിന്ന മകൻ ഖദ അഖ്ബല മിൻ നഖ്ലിഹി സായിറൻ ലക്കി, ഇദാ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് നിന്നെ സിയാറത്ത് ചെയ്യാൻ, നിങ്ങളുടെ ഖബറിടത്തിലേക്ക് വരാൻ നിങ്ങളുടെ മകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് എന്നോട് സന്തോഷ വാർത്ത അറിയിക്കാൻ ഒരാൾ ഖബറിടത്തിലേക്ക് വരും. ഇത് കേൾക്കേണ്ട താമസം നിന്നെ കാണാൻ, നിന്റെ ശബ്ദം കേൾക്കാൻ, നിന്റെ ദുആഇനെ ആസ്വദിക്കാൻ, ഫഅസുറു ബിദാലിക, എനിക്കെന്തെന്നില്ലാത്ത സന്തോഷമുണ്ടാകും മോനെ. ഞാൻ മാത്രമല്ല, വയസുറു ബിഹി മൻ ഹൗലി മിനൽ അംവാത്,
എന്റെ ഖബറിന്റെ തൊട്ടപ്പുറത്തുള്ള അയൽക്കാരായ ഖബറാളികള് അവരും വല്ലാത്ത സന്തോഷമുണ്ടാകും നീ വരുന്നു എന്നറിഞ്ഞാൽ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഖബറാളിയുടെ അയൽവാസികൾ നല്ലവരാകണമെന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഒരു ദുആ പഠിപ്പിച്ചു തന്നിട്ടില്ലയോ? അല്ലാഹുമ്മ അബ്ദിൽഹു ദാരൻ ഖൈറൻ മിൻ ദാരിഹി വഅഹ്ലൻ ഖൈറൻ മിൻ അഹ്ലിഹി വസൗജൻ ഖൈറൻ മിൻ സൗജിഹി വജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി. അല്ലാഹുവേ, എന്റെ മരിച്ചു കിടക്കുന്ന പിതാവിന് നാട്ടിലുള്ള അയൽവാസികളെക്കാളും നല്ല അയൽക്കാരെ ഖബറിടത്തിൽ കൊടുക്കണേ അല്ലാഹ്. ഇത് വാരിദായ സഹീഹായ ദുആ അല്ലേ? അബ്ദിൽഹു ജീറാനൻ ഖൈറൻ മിൻ ജീറാൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? എന്താ ഖബറിൽ നല്ല അയൽക്കാർ, നല്ല അയൽവാസികൾ കിട്ടിയിട്ട് എന്താ കാര്യം? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നാട്ടിലൊക്കെ നാട്ടിൽ നല്ല അയൽവാസികൾ ഉണ്ടെങ്കിൽ അവർ നല്ലൊരു കറി വെച്ചാൽ, നല്ലൊരു ഫുഡ് ഉണ്ടാക്കി നമ്മൾ വിളിക്കും, ഭക്ഷണം കഴിക്കുക. ബോറടിക്കുമ്പോൾ പോയിട്ട് തമാശ പറയാം. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ആ വീട്ടിൽ പോവാം, പാത്രം വേണം, വണ്ടി വേണം, എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവാം. ഇന്ന് ഖബറിൽ നല്ല അയൽക്കാരുണ്ടായിട്ട് എന്താ കാര്യം? നബി തങ്ങൾ ദുആ ചെയ്യാൻ പറഞ്ഞ ദുആ ആണ്. അപ്പൊ ഈ ദുആ അല്ലാഹു സ്വീകരിച്ച ഖബറാളികളുടെ അയൽക്കാർ നല്ലവരാക്കി തരും. അബ്ദിൽഹു ജീറാനൻ ഖൈറൻ മിൻ ജീറാനി. പടച്ചോനെ, നല്ല അയൽക്കാരെ കൊടുക്കണേ. എന്താ അറിയോ? ഇയാൾ കണ്ടോ, ഈ ഉമ്മയുടെ അയൽക്കാർ വരെ സന്തോഷിക്കുന്ന, ഉമ്മയുടെ ചുറ്റുഭാഗത്തുള്ള ഖബറാളികളൊക്കെ വെള്ളിയാഴ്ച ആകുമ്പോൾ വലിയ ഹാപ്പിയായി പ്രതീക്ഷയോടെ കാത്തിരിക്കും. എന്തേ? ഉമ്മാന്റെ മോന് വരുന്നു. ഇവരുടെ മക്കളല്ല, തൊട്ടപ്പുറത്തുള്ള അയൽവാസിയായ ഉമ്മാന്റെ മകന് ദുആ ചെയ്യാൻ വരുന്നു എന്ന് ഇവർക്കൊക്കെ സന്തോഷ വാർത്ത കിട്ടും. അപ്പൊ അവരൊക്കെ ഹാപ്പിയായി കാത്തിരിക്കും. ഇവരുടെ ദുആ കൊണ്ട് ഇവരൊക്കെ രക്ഷപ്പെടും. അതാണ് അബ്ദിൽഹു ജീറാനൻ ഖൈറൻ മിൻ ജീറാനി. അതുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരെ കിടക്കണമെന്ന പൂതി വെച്ചത്. സിദ്ദീഖ് തങ്ങൾ കിടക്കുന്നുണ്ട്, നബി തങ്ങൾ കിടക്കുന്നുണ്ട്. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളുടെ ശരീരത്തിലേക്ക് 6ഓളം കുത്തേറ്റ് അവസാന ശ്വാസം വലിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളെ പറഞ്ഞേക്കുന്നത് ആയിഷ ബീവിയുടെ സമീപത്തേക്കാണ്. ആയിഷയോട് ചോദിക്കണം, ഇത് അമീറുൽ മുഅ്മിനീൻ അല്ല, ഉമർ തങ്ങളാണ്. ഇപ്പൊ ഞാൻ അമീറുൽ മുഅ്മിനീൻ അല്ല, നേതാവല്ല, അവരുടെ ഖലീഫയല്ല, ഒരു സാധാരണക്കാരൻ. ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിക്കുന്നു, നബി തങ്ങളുടെ ചാര കിടക്കാൻ ഒരു സ്ഥലം എനിക്ക് തരുമോ എന്ന്. ആയിഷ ബീവി സമ്മതിച്ചാൽ ഹബീബിന്റെ ചാരേന്നെ നിങ്ങൾ കിടത്തണം. ആയിഷ ബീവി വിസമ്മതിച്ചാൽ ജന്നത്തുൽ ബഖീലേക്ക് എന്നെ കൊണ്ടുപോകണം, പൊതു ശ്മശാനത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം. ആയിഷ ബീവി ആണെങ്കിൽ അവിടെ കിടക്കാൻ പൂതി വെച്ചിരിക്കുകയാണ്, ഉപ്പയുടെ കൂടെ, ഭർത്താവിന്റെ കൂടെ അന്ത്യവിശ്രമം കൊള്ളണമെന്ന് ആഗ്രഹിച്ച് അവിടെ ഒരു സ്ഥലം ഒഴിച്ചിട്ടതാണ്. എന്നാൽ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ തങ്ങളുടെ അന്ത്യാഭിലാഷം, അവസാനത്തെ ആഗ്രഹം എങ്ങനെ നിരസിക്കാൻ ആയിഷ ബീവിക്ക് കഴിയും? ആയിഷ ബീവി സമ്മതിച്ചു. ആ സന്തോഷ വാർത്തയുമായി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ സമീപത്തേക്ക് വന്നു. എന്നിട്ട് ജനാസ കൊണ്ടുപോകുന്ന സമയത്ത് വരെ ആയിഷ ബീവിയോട് സമ്മതം ചോദിക്കണമെന്ന് വീണ്ടും ഉമർ തങ്ങൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരെ കിടക്കണമെന്ന് ഉമർ തങ്ങൾ ആഗ്രഹിച്ചത്? അബ്ദിൽഹു ജീറാനൻ ഖൈറൻ മിൻ ജീറാനിഹി. നാട്ടിലുള്ള അയൽക്കാരെ ും നല്ല അയൽക്കാർ നാളെ ഖബറിൽ നമ്മൾക്ക് കിട്ടണം. നമ്മുടെ മക്കള് ദുആ ചെയ്യാത്തവരാണെങ്കിൽ തൊട്ടപ്പുറത്ത് കിടക്കുന്നവരാളുടെ മക്കൾ എപ്പോഴും ദുആ ചെയ്യാൻ വന്നാൽ അതിന്റെ ഫലം പോലും അയൽക്കാരെന്ന രീതിയിൽ അല്ലാഹു നമ്മൾക്ക് തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ വെറുതെയാക്കാൻ പാടില്ല. ദുആയിനെ കാത്തിരിക്കുന്നവരാണവർ. ഫളൽ ഇബ്നു മുവഖഫ് എന്ന് പറയുന്ന പ്രഗൽഭനായ താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖനായ ഒരാൾ, ഫളൽ ഇബ്നു മുവഖഫ്, ഫളൽ ഇബ്നു അലി, അവരൊക്കെ താബിഈങ്ങളിൽപ്പെട്ട പ്രമുഖരായ പണ്ഡിതന്മാരാണ്. അവര് പറയാ, ഞാൻ എന്റെ ഉപ്പാന്റെ ഖബറിടം എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്. എന്റെ ഉപ്പാന്റെ ഖബറിടം ഞാൻ എപ്പോഴും സിയാറത്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഉപ്പാന്റെ ഖബർ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പള്ളിക്കാട്ടിലേക്ക് പോകുമ്പോ, ഖബർസ്ഥാനിലേക്ക് പോകുമ്പോ, ഫശഹിത്തു ജനാസ, ഒരു മയ്യിത്തുമായി ഒരു കൂട്ടം ആളുകൾ വരുന്നത് കാണാനിടയായി. ഞാൻ ആ മയ്യിത്തിന്റെ പിന്നാലെ പോയി. മയ്യിത്ത് നിസ്കരിച്ചു. എന്നിട്ട് മയ്യിത്ത് മറമാടുന്നത് വരെ അവിടെ ഞാൻ നിന്നു. ഖിറാത്താൻ, ജനാസ പിന്തുടർന്നാൽ ഖിറാത്ത്, ഒരു കൂലി. മയ്യിത്ത് നിസ്കാരം കഴിഞ്ഞ് ദഫൻ ചെയ്ത് കഴിയുന്നത് വരെ ഖബറിന്റെ അടുത്ത് നിന്നാൽ ഖീറാത്താൻ, 2 കൂലി. ഒരു ചാക്ക് കൂലി ജനാസ പിന്തുടരുന്നവർക്ക്, ഒരു ചാക്ക് കൂലി ഖബർ മറമാടുന്ന സമയത്ത് ഖബറിന്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക്. മയ്യിത്ത് മറമാടി നിസ്കരിച്ച് ഒറ്റ പോക്കല്ല, മറമാടി കഴിയുന്നത് വരെ അവിടെ നിൽക്കണം. 2 ഖീറാത്ത്, 2 ചാക്ക് കൂലി അല്ലാഹു തരുന്ന.
അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? ജനാസയെല്ലാം കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ഖബറാളി ആ ഖബർ മറമാടി കഴിയുന്നത് വരെ അവിടെ തന്നെ നിന്നു. പിന്നെ അദ്ദേഹത്തിന് ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് പോകാൻ സമയം കിട്ടിയില്ല. എപ്പോഴും പോകുന്ന ആളാ, അന്ന് പോകാൻ സമയം കിട്ടിയില്ല. എന്തോ തിരക്ക് കാരണം തഅജ്ജൽതു ലിഹാജ, ഒരു ആവശ്യം ഉണ്ടായി, ആവശ്യം വിട്ടാൻ വേണ്ടി ഞാൻ പോയി. വലം ആതി ഖബ്റ അബി, ഉപ്പാന്റെ ഖബറിടത്തിലേക്ക് ഞാൻ അന്ന് പോയില്ല. അന്ന് രാത്രി ഉറങ്ങുമ്പോ ഫറഅയ്തുഹു ഫിൽ മനാം, എന്റെ ഉപ്പാനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്റെ പിതാവിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പ എന്നോട് ചോദിക്കുകയാണ്, യാ ബുനയ്യ, എന്റെ പൊന്നുമോനെ, ലിമലം തഅതിനി, എന്തേ നീ ഇന്ന് സിയാറത്തിന് വരാത്തത്? ലിമലം തഅതിനി, എന്തേ നീ ഇന്ന് സിയാറത്തിന് വരാത്തത്? അപ്പൊ ഞാൻ എന്റെ പിതാവിനോട് ചോദിച്ചു, യാ അബതി, ഉപ്പാ, വ അന്നക ലതഅലമു ബി, ഞാൻ സിയാറത്തിന് വരുന്നത് നിങ്ങൾ അറിയാറുണ്ടോ ഉപ്പാ? നിങ്ങളത് കാണാറുണ്ടോ? അപ്പോഴാണ് ആ പിതാവ് പറയുന്നത്, ഐ വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, വ അന്നക ലതഅതീനി, നീ എന്റെ അടുത്തേക്ക്, എന്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോ, ഫമാ അൻദുറു ഇലൈക, ഞാൻ നിന്നെ നോക്കിക്കൊണ്ടേയിരിക്കും. ഏതുവരെ? ഹത്താ തത്ലുഅ മിനൽ ഖൻചറ ഹത്താ തഖഉദ ഇലയ്യ, പള്ളിയുടെ കോമ്പൗണ്ടിലേക്ക്, പള്ളിയുടെ കമാനത്തിലേക്ക് നീ കടന്നു വന്നിട്ട് പള്ളിയുടെ കോമ്പൗണ്ടിലൂടെ നടന്ന് എന്റെ ഖബറിടത്തിലേക്ക് വന്ന്, ഹത്താ തഖഉദ ഇലയ്യ, എന്റെ ഖബറിന്റെ അടുത്തിരിക്കുന്നത് വരെ ഞാൻ നിന്നെ നോക്കാറുണ്ട്. വതഖൂമ മിൻ ഇൻദി, എന്നിട്ട് നീ ഖബറിൽ നിന്ന് എണീറ്റ് തിരിച്ചു പോകും. ഫമാ അസാലു അൻദുറു ഇലൈക, എന്നിട്ട് ഞാൻ നിന്നെ തന്നെ നോക്കിയിരിക്കും. ഏതുവരെ? മുവല്ലിയൻ ഹത്താ തജൂസൽ ഖൻചറ, പള്ളിയുടെ ആ കോമ്പൗണ്ട് കഴിയുന്നത് വരെ നീ പോകുന്നത് പോലും ഞാൻ നോക്കാറുണ്ട് എന്ന് മഹാനായ ഫദ്ൽ ഇബ്നു മുവഖഫ് എന്ന് പറയുന്ന പ്രമുഖനായ താബിഈ, അവരുടെ പിതാവ് അവരോട് സ്വപ്നത്തിൽ കടന്നു വന്ന് പറയുകയാണ്, ഒരു ദിവസം ഖബർ സിയാറത്ത് ചെയ്യാൻ തിരക്ക് കാരണം വിട്ടുപോയപ്പോ പ്രിയപ്പെട്ടവരെ സ്വപ്നത്തിലൂടെ കടന്നു വരികയാണ്. ഇതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് കടന്നു വന്നിട്ടില്ലയോ? മാസങ്ങളോളം വർഷങ്ങളോളം അള്ളാഹുവിന്റെ ഹബീബിന്റെ മദീനയിലേക്ക് കടന്നു വരാതെ ശിറിയയിൽ പോയി താമസിച്ച മഹാനായ ബിലാൽ തങ്ങളുടെ അടുത്തേക്ക് നബി തങ്ങൾ കടന്നു വന്നിട്ടില്ലയോ? നബി തങ്ങൾ എന്താ ചോദിച്ചത്? മാ ഹാദൽ ജഫാ, എന്തിനാണ് ബിലാലെ പിണക്കം? എന്തിനാ എന്നോട് ചൊടിക്കുന്നത്? എന്തിനാ എന്നോട് തെറ്റി നിൽക്കുന്നത്? എന്തിനാ എന്നോട് പിണങ്ങി നിൽക്കുന്നത്? എന്നൊന്ന് സിയാറത്ത് ചെയ്തുകൂടെ? എന്നെ ഒന്ന് സന്ദർശിച്ചുകൂടെ? ആരാ ചോദിക്കുന്നത്? ഹബീബായ നബി തങ്ങളാ ചോദിക്കുന്നത് ബിലാൽ തങ്ങളോട്. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമായിട്ടാണ് പിറ്റേ ദിവസം തന്നെ പെട്ടിയെടുത്തിട്ട് നേരെ മദീനയിലേക്ക് പോയത്, ഹബീബായ നബി തങ്ങളെ കാണാൻ, നബി തങ്ങളുടെ ഖബർ സന്ദർശിക്കാൻ. എന്നിട്ട് ആ സമയത്താണെന്ന് ബാങ്ക് വിളിക്കാൻ മദീനക്കാര് മുഴുവനും ആവശ്യപ്പെടുന്നത്. അവിടെ വെച്ച് ബാങ്ക് വിളിച്ച മഹാനായ ബിലാൽ തങ്ങളെ ബാങ്ക് വിളിച്ചപ്പോ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന വാക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ, ഹബീബിനോടുള്ള അണമുറിയാത്ത ഇഷ്കിന്റെ സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ഹബീബിന്റെ പേരുച്ചരിക്കാൻ പോലും കഴിയാതെ ബാങ്ക് വിളികൾക്കിടയിൽ മഹാനായ ബിലാൽ തങ്ങളെ ബോധം കെട്ടു വീണത്. മദീനക്കാരെല്ലാം വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്ന്, അല്ലാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂല് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് മദീനക്കാരായ ആയിരക്കണക്കിന് വീടുകളിൽ നിന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും വയസ്സന്മാരും മക്കളും കുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും ഓടി വന്നു മദീന പള്ളിയിലേക്ക്. കാരണം ഈ ബാങ്ക് അവർ കേട്ടത് ഹബീബിന്റെ കാലത്താണ്. ഹബീബിന്റെ കാലശേഷം ഈ ബാങ്ക് അവർ കേട്ടിട്ടില്ല. ഒരു നോസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായി. ഈ ബാങ്ക് കേട്ടപ്പോ ഹബീബിനെ ഓർമ്മ വന്നു, നബി തങ്ങൾ തിരിച്ചു വന്നു എന്നൊരു പ്രതീതി. എല്ലാവരും വീട് വിട്ടിറങ്ങി നോക്കുമ്പോൾ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് അത് പൂർത്തീകരിക്കാൻ കഴിയാതെ മഹാനായ ബിലാൽ തങ്ങൾ ബോധം കെട്ട് വീഴുകയാ ചെയ്തത്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്, മരിച്ചു കഴിഞ്ഞാൽ അതോടൊപ്പം തീർന്നു പോകുന്നില്ല സത്യവിശ്വാസികളുമായിട്ടുള്ള നമ്മുടെ ബന്ധം. റബ്ബനാ ഗഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാത്രം പുറത്തു തന്നാൽ പോരാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മാത്രം പുറത്തു തന്നാൽ പോരാ, പിന്നാർക്ക് പുറത്തു കൊടുക്കണം. ഞങ്ങളെക്കാളും മുമ്പ് മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് വേണ്ടി പുറത്തു കൊടുക്കാൻ
ദുആ ചെയ്യണമെന്ന് ഖുർആൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ദുആ കൊണ്ട് അവർ രക്ഷപ്പെടൂല എന്നാണെങ്കിൽ പിന്നെന്തിനാണ് ഖുർആൻ ഇങ്ങനെ പറഞ്ഞത്? നമ്മുടെ പ്രാർത്ഥന കൊണ്ട് ഖുർആനിന്റെ ആ ആയത്ത് വെച്ചിട്ടാണ് മരിച്ചാ കഴിഞ്ഞു പിന്നെ ദുആ അവിടെ എത്തൂല എന്ന അഭിപ്രായം പറയുന്നതെങ്കിൽ എന്താ ഈ ആയത്തിന്റെ അർത്ഥം? ഇത് വേസ്റ്റ് ആണോ? ഈ ആയത്തിന് അർത്ഥമില്ലേ? ഈ ആയത്ത് വെറുതെയാണോ? ഉപകാരമില്ലാത്തതാണോ? വെറുതെ ഖുർആനിൽ നിറച്ചതാണോ? അല്ലല്ലോ. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ. ഇവിടെ തടിച്ചുകൂടിയ നമ്മളെല്ലാവരും ഈ നാട്ടിൽ നിന്ന് ഇന്ന് വരെ മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഖുർആന ആവശ്യപ്പെടുന്നത്. അങ്ങനെ നമ്മൾ കൂട്ടമായി ദുആ ചെയ്താൽ അതിന്റെ ഫലം അനുഭവിക്കുന്നതും ആസ്വദിക്കുന്നതും ആ ഖബറാളികളാണ്. അവർക്ക് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ നോക്കൂ നിങ്ങൾ, അവർക്ക് നമ്മുടെ ദുആഇന് വേണ്ടി കാത്തിരിക്കുക. അവർ എന്തെങ്കിലും ഒരു പ്രാർത്ഥന, എന്തെങ്കിലും ഒരു സദഖ, എന്തെങ്കിലും ഒരു ഇസ്തിഗ്ഫാർ, ഒരു ദിക്ർ, ഒരു സ്വലാത്ത് അവർക്ക് ഹദിയ ചെയ്യാൻ അവർ കാത്തിരിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നതൊക്കെ നമ്മുടെ പ്രപിതാക്കളായിരിക്കൂലേ? ഉപ്പ, ഉപ്പാപ്പ, ഉപ്പാപ്പാന്റെ ഉപ്പ, ഇങ്ങനെ അവരായിരിക്കൂലേ? അവർക്കൊക്കെ വേണ്ടി ഹദിയ ചെയ്യണ്ടേ? അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യണ്ടേ? അല്ലാഹു അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ. നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, വേറൊരു സംഭവം, മഹാന്മാരായ സ്വഹാബാക്കൾക്കിടയിൽ ഉണ്ടായ മറ്റൊരു സംഭവം. ഇതേപോലെ മരണശേഷം സ്വപ്നം കാണുന്ന ഒരു സംഭവം തന്നെയാണ് മഹാനായ സ്വഹാബി സ്വഅബ് ഇബ്നു ജുസാമ. പിന്നെയോ രണ്ടാമത്തെ ആള് ഔഫ് ഇബ്നു മാലിക്. അങ്ങനെ രണ്ട് സ്വഹാബാക്കൾ. അതിലൊരു സ്വഹാബി, രണ്ടുപേരും വലിയ ചങ്ങാതിമാരായിരുന്നു. മദീനയിൽ പോയപ്പോ അള്ളാന്റെ ഹബീബ് ഒരുപാട് ആളുകളെ സഹോദരങ്ങളാക്കി ചങ്ങാതിമാരാക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട രണ്ടാളെ ഇവർ. അപ്പൊ സ്വഅബ് എന്നവർ ഔഫ് ഇബ്നു മാലിക് എന്ന് പറയുന്ന സ്വഹാബിയോട് പറയാ, ഐ അഖി, എന്റെ സുഹൃത്തെ, അയ്യുനാ മാ തഖബല സ്വാഹിബിഹി, അയ്യുനാ മാ തഖബല സ്വാഹിബിഹി ഫല്യതറാഅല. നമ്മൾ രണ്ടുപേരിൽ ആരാണ് ആദ്യം മരിക്കുന്നത്? ആദ്യം ലോകത്തോട് വിട പറയുന്നവർ ആരാണ്? ആരാണോ ആദ്യം മരിച്ച് ഖബറിൽ പോകുന്നത് അവർ അവരുടെ ഖബറിലുള്ള അവസ്ഥ സ്വപ്നത്തിലൂടെ കടന്നു വന്ന് ജീവിച്ചിരിക്കുന്നവരോട് പറയണം. രണ്ട് ചങ്ങാതിമാർ അങ്ങനെ ഒരു വസിയത്ത്, സ്വഹാബാക്കളാണ്. ആരൊക്കെ? സ്വഅബ് ഇബ്നു ജുസാമയും മഹാനായ ഔഫ് ഇബ്നു മാലിക് എന്നവർ രണ്ടുപേരും. അങ്ങനെ അവർ വസിയത്ത് ചെയ്തു. ആരാ ആദ്യം മരിച്ച ആള് ജീവിച്ചിരിക്കുന്നവരോട് ഖബറിലുള്ള അവസ്ഥ അതേപോലെ സ്വപ്നം പറയണം. മാ ഫഅലല്ലാഹു ബിക്കും. അങ്ങനെ ആര് മരിച്ചു? ഒരാൾ മരിച്ചു. സ്വഅബ് ഇബ്നു ജുസാമ എന്ന് പറയുന്ന സ്വഹാബി മരിച്ചു. ഔഫ് ഇബ്നു മാലിക് എന്നവർ നാട്ടിലുണ്ട്. അങ്ങനെ ഔഫ് ഇബ്നു മാലിക് സ്വപ്നത്തിൽ കണ്ടു. ആരെ? സ്വഅബ് ഇബ്നു ജുസാമയെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടപ്പോൾ മഹാനായ ഔഫ് ഇബ്നു മാലിക് എന്നവർ അവരോട് ചോദിച്ചു, മാ ഫഅലല്ലാഹു ബിക്കും. അല്ലാഹു നിങ്ങളോട് എന്താ ചെയ്തത്? എന്താ നിങ്ങളുടെ ഖബറിന്റെ അവസ്ഥ? എന്നതിന്റെ അർത്ഥം എന്താ നിങ്ങളുടെ ഖബറിന്റെ അവസ്ഥ? അപ്പോഴാണ് മഹാനായ സ്വഅബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ഗഫറല്ലാഹു ലനാ ബഅദൽ മസാഇബ്. ഒരുപാട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും സഹിച്ചതിന്റെ പേരിൽ അള്ളാഹു എന്റെ പാപങ്ങളൊക്കെ പുറത്തു തന്നിട്ടുണ്ട്. അപ്പൊ പരീക്ഷണങ്ങൾ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ളൊരു ടൂളാണ്. രോഗം വന്നാൽ, പരീക്ഷണങ്ങൾ ഉണ്ടായാൽ, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായാൽ ആരും എന്താവരുത്? നിരാശരാവരുത്. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരാവാൻ പാടില്ല. നിങ്ങൾക്കൊരു തലവേദനയുണ്ടായാൽ, ഏതെങ്കിലും ഒരു വിശ്വാസിക്ക് ഒരു ക്ഷീണം, ഒരു ക്ഷീണം, ടയർഡായി, പനി വന്നു, പല്ലുവേദന, നടുവേദന, അസുഖം, ഈ വാലിന്റെ സദസ്സിൽ തന്നെ 2 മണിക്കൂർ ഇരുന്നിട്ട് ടയർഡായി, അങ്ങനെ എന്തെങ്കിലും ഒരു ക്ഷീണമുണ്ടായാൽ ആ ഒരു ക്ഷീണം കാരണത്താൽ ഒരു മരത്തിൽ നിന്ന് ഇല കൊഴിയുന്നത് പോലെ അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ കഴുകിക്കളയുമെന്ന് മുഹമ്മദ് മുസ്തഫ. നസബിൻ വലാ വസബിൻ, ക്ഷീണമോ പ്രയാസമോ രോഗമോ അസുഖമോ സാമ്പത്തിക പ്രതിസന്ധിയോ എന്തോ ആവട്ടെ, ഒരു മുഅ്മിനിന് മാനസികമായി ശാരീരികമായി ഉണ്ടാകുന്ന ഏതൊരു പ്രയാസമാണെങ്കിലും ആ പ്രയാസം വരുമ്പോൾ അയാൾ അൽഹംദുലില്ലാഹ് ഇത് അല്ലാഹു എനിക്ക് തന്നതല്ലേ എന്ന പ്രതീക്ഷയോടെ അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചാൽ ഒരു മരത്തിന്റെ ഇലകൾ കൊഴിഞ്ഞു പോകുന്നത് പോലെ അയാളുടെ സർവമാന പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്
അവ പ്രിയപ്പെട്ടവരെ, മഹാനായ സ്വഹബ് എന്ന സ്വഹാബി പറയാണ്, ജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ കാരണത്താൽ, പ്രാരാബ്ദങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും കാരണത്താൽ അല്ലാഹു എന്റെ സർവമാന പാപങ്ങളും പുറത്തു തന്നിട്ടുണ്ട്. ആ സമയത്താണ് ഔഫ് ഇബ്നു മാലിക് എന്ന് പറയുന്നവർ മരിച്ചുപോയ സ്വഹാബിയുടെ കഴുത്തിൽ ഒരു കറുത്ത അടയാളം കണ്ടത്. ഒരു കഴുത്തിൽ ഒരു കറുത്തൊരു അടയാളം. ലുംഅതൻ റഅയ്തു ലുംഅതൻ സൗദാ ഫീ ഉനുഖിഹി. കഴുത്തിൽ കറുത്തൊരു അടയാളം, മരിച്ചുപോയ മയ്യത്തിന്റെ കഴുത്തിൽ ഒരു കറുത്ത അടയാളം. അപ്പൊ ചോദിച്ചു, ഐ അഖി മാ ഹാദാ? ഔഫ് ഇബ്നു മാലിക് ചോദിച്ചു, എന്റെ സ്വഹാബേ, മരിക്കുമ്പോ ഇങ്ങനെ ഒരു അടയാളം ഉണ്ടായിട്ടില്ല, നിങ്ങളെ കഴുത്തിൽ ഒരു അടയാളം ഉണ്ടല്ലോ, അതെന്താന്ന് ചോദിച്ചു. അപ്പോഴാണ് ആ മനുഷ്യൻ, ആ സ്വഹാബി പറയുന്നത്, അശറതു ദനാനീറ ഇസ്തലഫ്തുഹാ മിൻ ഫുലാനിൽ യഹൂദി. ജൂതനായ ഒരാളിൽ നിന്ന് 10 ദീനാർ ഞാൻ കടം വാങ്ങിയിരുന്നു. എന്റെ പാപങ്ങളൊക്കെ പുറത്തുനിന്നിട്ടുണ്ട്, എന്റെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തുനിന്നിട്ടുണ്ട്. പക്ഷേ ഒരു 10 ദീനാർ ഞാൻ കടം കൊടുക്കാനുണ്ട്. ആ കടം കൊടുക്കാനുള്ളത് കൊണ്ട് അല്ലാഹു അടയാളപ്പെടുത്തി വെച്ചതാണ് ഈ കറ. ഈ അടയാളം, എന്റെ കഴുത്തിലുള്ള കറുത്ത അടയാളം, ജൂതന് ഞാൻ കൊടുക്കാൻ ബാക്കി വെച്ച 10 ദീനാർ കടം. ആ കടത്തിന്റെ പേരിൽ അല്ലാഹു അടയാളം വെച്ചതാണ്. ഇത് കൊടുക്കാതെ എന്റെ പകരം എന്റെ കാലശേഷം ആ ജൂതനാരും ഇത് കൊടുത്തു വീട്ടിയില്ല. ആ ജൂതൻ എനിക്കത് പൊരുത്തപ്പെട്ട് തന്നുമില്ല. എങ്കിൽ നാളെ മഹ്ശറയിൽ അല്ലാഹു തആല എന്നെ സ്വർഗത്തിൽ നിന്ന് തടയാനുള്ള അടയാളമാണ് പ്രിയപ്പെട്ട ഔഫ് എന്നവരെ, ഔഫ് ഇബ്നു മാലിക് എന്നവരെ എന്ന് മഹാനായ സ്വഹബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എന്നിട്ടോ അതുകൊണ്ട് നീ നാളെ എന്ത് ചെയ്യണം? ആ ജൂതന് 10 ദീനാർ കടം കൊടുത്തു വീട്ടണം. എന്നിട്ട് ആ സ്വഹാബി പറയാണ്, ശ്രദ്ധിച്ചോ, ചെവി തുറന്ന് കേൾക്കണേ, വഅലം, നീ അറിയണം, അന്നഹു ലം യഹ്ദുസ് ഫീ അഹ്ലി ഹദസുൻ ബഅദ മൗതി ഇല്ലാ ഖദ ലഹിക ബി ഖബറുഹു ഹത്താ ഹിറ. എന്റെ മരണശേഷം, എന്റെ കാലശേഷം എന്റെ വീട്ടിൽ എന്ത് സംഭവിച്ചാലും അത് ഞാൻ അറിയാറുണ്ട്. എന്ത് സംഭവിച്ചാലും ഞാനതറിയാറുണ്ട്. എന്റെ മരണശേഷം എന്റെ വീട്ടിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, സ്വഹാബി പറയാണ്, ആരോട്? അടുത്ത സ്വഹാബിയോട് പറയാൻ, അന്നഹു ലം യഹ്ദുസ് ഫീ അഹ്ലി ഹദസുൻ ബഅദ മൗതി. എന്റെ മരണശേഷം എന്റെ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇല്ലാ ഖദ ലഹിക ബി ഖബറു, ആ കാര്യങ്ങളെല്ലാം എനിക്കറിയാറുണ്ട്. ഏതുവരെ? ഒരു പൂച്ച മാതത് മുൻദു അയ്യാം, മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ നിന്ന് ചത്തുപോയ പൂച്ചയുടെ കാര്യം വരെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, വഅലം, നീ അറിയണം, അന്ന ബിൻതി തമൂതു ഇലാ 6 അയ്യാം. 6 ദിവസം കഴിഞ്ഞാൽ എന്റെ കൊച്ചുമോൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. 6 ദിവസം കഴിഞ്ഞാൽ എന്റെ പൊന്നുമോൾ മരിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വസ്തൗസു ബിഹാ ഖൈറാ, എന്റെ മകളോട് നല്ല രീതിയിൽ ജീവിക്കാൻ പറയണമെന്ന് ഔഫ് ഇബ്നു മാലിക് എന്നവരോട് സ്വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. പറഞ്ഞതുപോലെ പിറ്റേ ദിവസം അദ്ദേഹം സ്വപ്നത്തിൽ നിന്നെല്ലാം ഉണർന്നിട്ട് വീട്ടിലേക്ക് പോയിട്ട് വീട്ടുകാരോട് ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവിന് എവിടെയെങ്കിലും കടം കൊടുക്കാനുണ്ടോ? ആ സമയത്താണ് ഭാര്യ പറയുന്നത്, ഇന്നാലിന്ന് ജൂതൻ ഒരു 10 ദീനാർ കടം കൊടുക്കാനുണ്ട്, എന്നാൽ അത് കൊടുത്തു വിട്ടണം. അത് വാങ്ങിച്ചു. എന്നിട്ട് വീടിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, വീടിനുള്ള കാര്യം, വീട്ടിലുള്ള വസ്തുക്കൾ എങ്ങനെയൊക്കെ ചോദിച്ചപ്പോ പെണ്ണുങ്ങൾ പറഞ്ഞു, വീട്ടില് ഇന്നാലും നമ്മുടെ പൂച്ച കുറച്ച് ദിവസങ്ങൾ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഉപരോട് വീട്ടുകാർ പറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത ചോദ്യം മക്കളെ കുറിച്ചായി. മക്കളൊക്കെ എങ്ങനെയുണ്ട്? പറഞ്ഞു, കൊച്ചുമോള് വലിയ അസുഖം പിടിച്ച് കുറെ കാലമായി കിടപ്പിലാണ്. എന്താ പറഞ്ഞത്? 6 ദിവസം കഴിഞ്ഞാൽ എന്റെ മകൾ മരിക്കും, ഈ മകൾ കിടപ്പിലാണ്, നല്ല രീതിയിൽ ജീവിക്കാൻ പറയണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ സ്വഹാബി പോലും, എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട സ്വഹാബി പോലും കടം ബാക്കി വെച്ചതിന്റെ പേരിൽ അള്ളാഹു അടയാളപ്പെടുത്തിയിരിക്കുക. അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാ പാപങ്ങളും പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരും. എന്നാൽ മനുഷ്യരുമായി ബന്ധപ്പെട്ട ഒരു പാപം പോലും അള്ളാഹു പുറത്തു തരൂല. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. വളരെ ശ്രദ്ധയോടെ കേൾക്കണേ അവസാന ഭാഗത്തുള്ള ഈ വിഷയങ്ങളൊക്കെ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം. ഓ മനുഷ്യന്മാരെ, യാ ഇബാദി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ നല്ല, തെമ്മാടികൾ വരെ ഇതിൽ പെട്ടു, അമുസ്ലിമീങ്ങളായ ആളുകളും പെട്ടു. അല്ലാഹുവിന്റെ അടിമകളെ, മുഅ്മിനീങ്ങളെ മാത്രം വിളിച്ചു പറയല്ല,
നാട്ടിൽ തമ്മാടികളായി ജീവിക്കുന്ന ആളുകളോട് വരെ ഈ വാക്കുണ്ട്. അല്ലാഹുവിന്റെ ഈ ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താണ് അല്ലാഹു പറയുന്നത്? അസ്റഫു അലാ അൻഫുസിഹിം. നിങ്ങൾ എത്ര വലിയ തെറ്റ് ചെയ്താലും, എത്ര വലിയ പാപം ചെയ്താലും, അത് ആരോടുള്ള പാപം? അല്ലാഹുവുമായി ബന്ധപ്പെട്ട എത്ര വലിയ പാപം ചെയ്താലും, എത്ര വലിയ തെറ്റു ചെയ്താലും, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ നിരാശരായി പോകരുത്. അല്ലാഹു പുറത്തു തരൂല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. അല്ലാഹു മാപ്പ് തരൂല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ് ദുനൂബ ജമീഅ. അല്ലാഹു തആല എല്ലാ പാപവും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അല്ലാഹു മാപ്പ് നൽകുന്നവനാണ്, കാരുണ്യവാനാണ്. ആരോടായത് പറയുന്നത്? അല്ലാഹുമായി ബന്ധപ്പെട്ട പാപങ്ങൾ ചെയ്യുന്നവനോടായത് പറയുന്നത്. എന്നാൽ മനുഷ്യനുമായി ബന്ധപ്പെട്ട പാപങ്ങളിൽ അല്ലാഹു ഒരിക്കലും പുറത്തു തരൂല. പ്രിയപ്പെട്ടവരെ, ഒരു കടം ബാക്കി വെച്ച് മരിച്ചുപോയാൽ അല്ലാഹു മാപ്പ് തരൂല. നിങ്ങൾക്കറിയൂലേ, ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് മയ്യിത്ത് വന്നാൽ, ജനാസ വന്നാൽ, അല്ലാഹുവിന്റെ ഹബീബാണ് മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകേണ്ടത്. ഹബീബായ നബി തങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകിയാൽ ആ മയ്യിത്ത് സ്വർഗ്ഗക്കാരനാവണം. ആ മയ്യിത്തിന്റെ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടണം. എന്നാൽ ഹബീബായ നബി തങ്ങൾ മയ്യിത്ത് വന്നാൽ ആദ്യമായി ചോദിക്കാറുള്ളത് സ്വഹാബാക്കളോട്, ഈ മയ്യിത്തിന് വല്ല കടവും ബാക്കിയുണ്ടോ? എന്തിനാ ചോദിക്കുന്നത്? ഈ മയ്യിത്ത് തൗബ ചെയ്തോ ഇല്ലെന്നൊന്നും നബി തങ്ങൾ ചോദിക്കാറില്ല. ഈ മയ്യിത്തിന് കടമുണ്ടോ? സ്വഹാബാക്കൾ പറയും, ഉണ്ട് നബിയെ, കടമുണ്ട്. അവ നബി തങ്ങൾ മെല്ലെ മാറി, ഞാൻ മയ്യിസ്കരിക്കൂല, നേതൃത്വം നൽകൂല, നിങ്ങളൊന്നോളി. അപ്പൊ സ്വഹാബാക്കള് കുറച്ച് സാമൂഹിക സേവനവും ചാരിറ്റി ഒക്കെ ചെയ്യുന്ന സാമ്പത്തിക സ്രോതസ്സുള്ള സ്വഹാബാക്കൾ എന്ത് പറയും? നബിയെ, കടം ഞങ്ങൾ ഏറ്റെടുത്തോളാം. ഉറപ്പല്ലേ? ഉറപ്പാ. അവ നബി തങ്ങൾ വന്ന് മയ്യിസ്കരിക്കും. ചില ആളുകളുടെ കടം ഏറ്റെടുക്കാൻ ആളുണ്ടാവില്ല, നബി തങ്ങൾ മാറിക്കും, നബി തങ്ങൾ നിസ്കരിക്കൂല. എന്തുകൊണ്ടാണ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ടുണ്ട്? എന്തുകൊണ്ടാണ് കടമുള്ള ഒരാളുടെ മയ്യിത്ത് നബി തങ്ങൾ നിസ്കരിക്കാതെ മാറി നിൽക്കുന്നത്? എന്തായിരിക്കും കാരണം? അതാ ഞാൻ പറഞ്ഞത്. നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിച്ചാൽ ആ മയ്യിത്ത് സ്വർഗത്തിലെത്തണം. എന്തുകൊണ്ട്? എവിടുന്ന് അതിന്റെ തെളിവ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളി അടിച്ചു മാറുന്ന ഒരു കറുത്ത വർഗ്ഗക്കാരിയായ ഒരു പെണ്ണുണ്ടായിരുന്നു, ഒരു ഉമ്മ, നാടോടി പെണ്ണ്. ആ പെണ്ണിന് പണി എന്താ? പള്ളി അടിച്ചു വരാ, എപ്പോഴും ഒന്ന് പള്ളി അടിച്ചു വരാ. ഒരു നാടോടി പെണ്ണ്, നാട്ടിൽ നിലം വരെന്നുള്ള പെണ്ണൊന്നുമില്ല. ഒരു ദിവസം നബി തങ്ങൾ പള്ളിയിൽ വരുമ്പോ ആ പെണ്ണുങ്ങളെ കാണുന്നില്ല. സ്വഹാബാക്കളോട് ചോദിച്ചു, എവിടെ ആ കറുത്ത പെണ്ണുങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. അപ്പോഴാണ് സ്വഹാബാക്കൾ പറയുന്നത്, നബിയെ, ആ ഉമ്മ മരിച്ചുപോയി നബിയെ. അപ്പൊ എന്തേ നിങ്ങൾ എന്നോട് പറയാത്തത്? നാടോടി പെണ്ണല്ലേ, നിങ്ങളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചു, ഞങ്ങളെന്ന് മറമാടി. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയുന്നത്, ഞാൻ ആ പെണ്ണിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആ പെണ്ണ് രക്ഷപ്പെടുമായിരുന്നു. നബി തങ്ങൾ അങ്ങനെയാ പറഞ്ഞത്. നിങ്ങൾക്ക് എന്നോട് പറയാമായിരുന്നില്ലേ? ആ പെണ്ണിന് വേണ്ടി മയ്യിത്ത് നിസ്കരിച്ചിരുന്നുവെങ്കിൽ ആ പെണ്ണ് രക്ഷപ്പെടുമായിരുന്നു. എന്നിട്ട് നബി തങ്ങൾ നേരെ പോയത് ആ ഉമ്മയുടെ ഖബറിടത്തിലേക്കാണ്. അവിടെ പോയി അല്ലാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ മയ്യിത്ത് നിസ്കരിക്കുകയുണ്ടായി. അപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 10,000 രൂപ കടം വെച്ച ഒരാള് മരിച്ചുപോയി, അല്ലാഹുവിന്റെ ഹബീബ് അയാളുടെ മയ്യിത്ത് നിസ്കരിച്ചാൽ ആ മയ്യിത്ത് സ്വർഗത്തിലെത്തിയാൽ നബി തങ്ങളും അല്ലാഹുവും അനീതി കാണിക്കുകയല്ലയോ? അത് അനീതിയല്ലേ? അത് അനീതിയല്ലേ? എന്തുകൊണ്ട് അനീതി? ഒരാൾക്ക് ഞാൻ 10,000 രൂപ കൊടുക്കാനുണ്ട്, ഒരാൾക്ക് 10,000 രൂപ കൊടുക്കാനുണ്ട്. അത് കൊടുക്കാതെ, ഞാൻ കടം വാങ്ങി കൊടുക്കാതെ ഞാൻ മരിച്ചു. എന്നിട്ട് എന്റെ മേലിൽ മയ്യിത്ത് നിസ്കരിച്ചു, ഞാൻ സ്വർഗത്തിലെത്തി. ആ മനുഷ്യന് 10,000 ആര് കൊടുക്കും? എന്നെ അള്ളാഹു സ്വർഗത്തിൽ കൊണ്ടുപോയാൽ ആ മനുഷ്യനോട് അള്ളാഹു കാണിക്കുന്ന അനീതിയാണ്. കാരണം അയാൾക്ക് 10,000 കൊടുത്താ ഓക്കെ, മക്കൾ ഏറ്റെടുത്തു, കൊടുത്തു, ഓക്കെ. ആരും ഏറ്റെടുത്തില്ല, അയാൾക്ക് മരിക്കുന്നത് വരെ 10,000 കിട്ടിയില്ല. നബി തങ്ങൾ മയ്യിത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകി. എന്നിട്ട് ഇയാൾ അങ്ങോട്ട് സ്വർഗത്തിലെത്തി. അയാളോട് ആര് നീതി കാണിക്കും? ആ മനുഷ്യനോട് നീതി കാണിക്കണ്ടേ? ആ മനുഷ്യനോട് 10,000 വാങ്ങിയത് തിരിച്ചു കൊടുക്കാതെ എങ്ങനെ ഇയാളെ സ്വർഗത്തിൽ കടത്തും? അപ്പൊ നബി തങ്ങൾ അതുകൊണ്ടാണ് അനീതി കാണിക്കുന്നവരല്ല, അള്ളാഹും റസൂലും അനീതി കാണിക്കുന്നവരല്ല. കടം ബാക്കി വെച്ച് മരിച്ചു പോയാൽ സ്വർഗത്തിലെത്തൂല. അങ്ങനെ തന്നെ 1 രൂപയാണെങ്കിലും ശരിയത്. അതൊരു ചെരുപ്പിന്റെ വാറാണെങ്കിലും ശരി,
നമ്മളൊക്കെ ചെറുതായി കാണുന്ന ഒരു രൂപയാണെങ്കിലും ശരി, മറ്റൊരാളുടെ അവകാശമില്ലാതെ സമ്മതമില്ലാതെ ഒരു നയാ പൈസയാണെങ്കിൽ വരെ മറ്റൊരാളുടേത് നമ്മുടെ കയ്യിലുണ്ട്. പൊരുത്തമില്ലാതെ നമ്മൾ മരിച്ചുപോയാൽ നമ്മൾക്കൊരിക്കലും സ്വർഗത്തിലെത്താൻ കഴിയില്ല. അതാണ് സ്വഅബ് ഇബ്നു ജുസാമ തങ്ങളുടെ ഷോൾഡറിൽ അല്ലാഹു ഒരു അടയാളം ഇട്ട് വെച്ചത്, കറുത്തൊരടയാളം. എന്തിന്? നാളെ മഹ്ശറ ലോകത്ത് ഇത്തരം ആളുകൾ അല്ലാഹു മാറ്റി നിർത്തും. അവരൊക്കെ അമൽ ചെയ്തവരാ, അവരുടെ ഭാഗത്ത് വേറെ തെറ്റുകളൊന്നുമില്ല, കടം കൊടുക്കാനുണ്ട്. അപ്പൊ അല്ലാഹു തആല അടുത്തത് എന്താ ചെയ്യാ? ആ ജൂതനെ വിളിപ്പിക്കും. അല്ലാഹു തആല നിനക്കൊരു 10 ദീനാർ തരാനുണ്ട്, പൊരുത്തപ്പെടാൻ തയ്യാറുണ്ടോ? ജൂതൻ പൊരുത്തപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാം. ജൂതൻ പറയുന്നു ഞാൻ പൊരുത്തപ്പെടാൻ തയ്യാറല്ല എന്ന്. ജൂതൻ പറഞ്ഞാൽ അവർക്ക് സ്വർഗത്തിലെത്താൻ കഴിയില്ല. അതുകൊണ്ട് മോനെ ഔഫ് എന്നവരെ എന്റെ 10 ദീനാർ ജൂതന് കൊടുക്കണേ എന്ന് സ്വപ്നത്തിലൂടെ കടന്നു വന്നുകൊണ്ട് മഹാനായ സ്വഅബ് ഇബ്നു ജുസാമ തങ്ങളൊക്കെ പറയുകയാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മൾക്കൊക്കെ മരിക്കണം. നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ്. മരിക്കാതെ രക്ഷപ്പെടാൻ നമ്മൾക്ക് ആർക്കും കഴിയില്ലല്ലോ. പക്ഷേ ഈമാൻ സലാമത്തായി മരിക്കണമെങ്കിൽ ജനങ്ങളുമായിട്ടുള്ളൊരു ബാധ്യത പോലും ബാക്കി വെക്കാൻ പാടില്ല. ഞാൻ പറയട്ടെ, ഈ നാട്ടിൽ ഒരാൾ മരിച്ചുപോയാൽ മയ്യിത്ത് കൊണ്ടുവന്ന് പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് ഉസ്താദുമാരെന്താ പറയാറുള്ളത്? ഇന്നാലിന്ന് ഹാജിയാർ മരണപ്പെട്ടു പോയിട്ടുണ്ട്, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഹാജിയാർക്ക് എന്തെങ്കിലും സാമ്പത്തികമായ ബാധ്യതയുണ്ടെങ്കിൽ അത് ഏറ്റെടുക്കാൻ മക്കളും കുടുംബക്കാരും തയ്യാറാണ്, അവരെ ബന്ധപ്പെട്ടാൽ മതി എന്ന് ഉസ്താദ് പറയും. അല്ലേ? അങ്ങനെ പറയാറില്ലേ? കടമുണ്ടെങ്കിൽ മക്കളെ ബന്ധപ്പെടണം. അതെന്തായാലും പറഞ്ഞില്ലേലും ബന്ധപ്പെടും. ഉപ്പാക്ക് മരിച്ചുപോയ ആള് കടം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മക്കളോട് എന്തായാലും ബന്ധപ്പെടും. ഉസ്താദ് പറഞ്ഞില്ലേലും ബന്ധപ്പെടും. മക്കളോട് പറയും, ഉപ്പ എനിക്ക് 10,000 തരാനുണ്ട്. അല്ല, അങ്ങനെ ബന്ധപ്പെടാത്ത ആളാണെങ്കിൽ അവർ പൊരുത്തപ്പെട്ടു കൊടുക്കുകയും ചെയ്യും. മക്കളെ ബന്ധപ്പെടാത്ത ആളാണെങ്കിൽ അവർ സാരല്ല, കുഴപ്പമില്ല, പൊരുത്തപ്പെട്ടു കൊടുക്കും. 10,000, 5,000, 1 ലക്ഷം ആണെങ്കിലും സാരല്ല, മരിച്ചുപോയില്ല, അള്ളാഹു പൊരുത്തു കൊടുക്കട്ടെ, പൊരുത്തപ്പെട്ടു കൊടുക്കും. പൊരുത്തപ്പെടാത്ത ആളുകൾ മക്കളെ ബന്ധപ്പെടും. അതെന്തായാലും പറഞ്ഞാലും പറഞ്ഞില്ലേലും ബന്ധപ്പെടും. അപ്പൊ സാമ്പത്തികമായ കടത്തെക്കാളും അപകടകരമായ മറ്റൊരു കടം ബാക്കിയുണ്ട്. അത് മക്കൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. ഒരു മക്കൾക്കും പൊരുത്തപ്പെട്ടു കൊടുക്കാൻ കഴിയില്ല. അത് ആര് പൊരുത്തപ്പെട്ടു കൊടുക്കണം? ആരോടാണോ ആ ഇടപാട് ബാക്കിയുള്ളത് അവർ തന്നെ പൊരുത്തപ്പെടണം. ഏതാണ് ആ കടം? ഏതാണ് ആ കടം? നാവ് കൊണ്ടുണ്ടാക്കിയ കടം. കുഫ അലൈക ഹാദാ. നബി തങ്ങൾ നാവ് പുറത്തിട്ടു. മുആദിനോട് പറഞ്ഞു, മുആദേ, ഇങ്ങനെ നാവ് പുറത്തിട്ട് പിടിച്ചു. കുഫ അലൈക ഹാദാ, ഇതിനെ നീ സൂക്ഷിക്കണം, ഇത് സൂക്ഷിക്കാതെ രക്ഷപ്പെടാൻ കഴിയില്ല. അപ്പൊ മുആദ് ചോദിച്ചു, വഇന്നാ ലമുആഖദൂന ബിമാ നതകല്ലം. നബിയേ, സംസാരിച്ചാൽ ഒരാൾ നരകത്തിലെത്തുവോ? സംസാരിച്ചത് നാവിനിപ്പോ സംസാരിക്കാനല്ലേ പറ്റൂ, സംസാരിച്ചാലും ഒരാൾ നരകത്തിലെത്തുവോ? നബി തങ്ങൾ തിരിച്ചു പറയുന്നൊരു മറുപടി ഉണ്ട്. മുആദേ, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? മുആദേ, നിങ്ങൾക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ലേ? وهل يكب الناس على مناخرهم إلا حصائد ألسنتهم. നാളെ ആരെങ്കിലും ഒരാൾ, ഏതെങ്കിലും ഒരു മുഅ്മിൻ, ഏതെങ്കിലും ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു വിശ്വാസി നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുമെങ്കിൽ അതിന്റെ കാരണം നാവ് മാത്രമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യരുമായിട്ടുള്ള ഇടപാട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമീമത്തുമായി നടന്നവൻ, സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കിയവൻ, സമൂഹത്തെ തമ്മിൽ ഛിന്ന ഭിന്നമാക്കാൻ തയ്യാറെടുത്ത് ഒരുങ്ങി പുറപ്പെട്ടവൻ, സമൂഹങ്ങൾക്കിടയിൽ, കുടുംബങ്ങൾക്കിടയിൽ, നാടുകൾക്കിടയിൽ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാക്കിയവൻ, സോഷ്യൽ മീഡിയയിൽ ജനങ്ങളെ, പണ്ഡിതന്മാരെ, സയ്യിദന്മാർ അപഹസിക്കുന്ന, കളിയാക്കുന്ന, താറടിക്കുന്ന വീഡിയോകളും കമന്റുകളും നിരന്തരമായി പോസ്റ്റ് ചെയ്യുന്നവൻ. ഇത്തരം ആളുകളെല്ലാം ഒരാളും നാളെ നരകത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇവർ ആരോടാ മാപ്പ് ചോദിക്കുക? സോഷ്യൽ മീഡിയയിൽ ഒരു മാന്യതയുമില്ലാതെ, ഉടുപ്പമില്ലാതെ, മുസ്ലിമീങ്ങളുടെ വേഷവും ധരിച്ച് ആദരണീയരായ സയ്യിദന്മാർക്കെതിരെ കരിവാരിത്തേക്കുന്ന ഇല്ലാത്ത പച്ചയായ നുണയും ആരോപണങ്ങളും ഉണ്ടാക്കി നിരന്തരമായി വൃത്തികെട്ട കമന്റുകൾ ഇടുന്ന ആളുകൾ ആരോടാ മാപ്പ് ചോദിക്കുക? ആരാണ് അവർക്ക് മാപ്പ് നൽകുക? അവരുടെ കടങ്ങൾ ഏറ്റെടുക്കാൻ മക്കൾ എന്താ തയ്യാറായാൽ അവർ നാവ് കൊണ്ടുണ്ടാക്കിയ കടങ്ങൾ ആരാ തീർക്കുക? ആരാ ചെയ്തു കൊടുക്കുക? ആരാ മാപ്പ് നൽകുക? നിർത്തണം പ്രിയപ്പെട്ടവരെ ഇത്തരം ആഭാസകരമായ പ്രവർത്തനങ്ങൾ. ഇതൊന്നും ചെറിയ കാര്യമില്ല.
ഞാൻ പറഞ്ഞു, നേരത്തെ ഒരു മക്ബറയിൽ ഖബർസ്ഥാനിലുള്ള എല്ലാ ആളുകളുടെ സമീപത്തുകൂടെ നബിത്തങ്ങൾ നടന്നു പോകുമ്പോ രണ്ടാളുകളുടെ പേരാ നബിത്തങ്ങൾ പറഞ്ഞത്. രണ്ട് ഖബറാളികൾ ശിക്ഷിക്കപ്പെടുന്നു. ഒരാൾ സമൂഹത്തിൽ നമീമത്തുമായി നടന്നവൻ, മറ്റേയാൾ സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കിയവൻ, നജസും കൊണ്ട് പള്ളിയിലേക്ക് വന്ന് സമൂഹത്തിന്റെ മൊത്തം നിസ്കാരം ബാത്തിലാക്കിയവൻ. സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ ഇടപെട്ട് അന്യായമായി എന്തെങ്കിലും ഒരു തോന്നിവാസം കമന്റുകളായി, പോസ്റ്റുകളായി, ഷെയറുകളായി നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ കുറിച്ചാണ് നബി തങ്ങൾ പറയുന്നത്, നരകത്തിലേക്ക് മൂക്കുകുത്തി വീഴുന്ന ഹതഭാഗ്യർ. ഇവരല്ലാതെ പിന്നെ ആരാ? എന്റെ പണം ഞാൻ മരിച്ചു കിടക്കുന്ന സമയത്ത് 10,000 രൂപ എനിക്ക് കടമുണ്ടെങ്കിൽ എന്റെ മക്കളത് കൊടുക്കും, പ്രിയപ്പെട്ടവരെ, എന്റെ കുടുംബക്കാരത് കൊടുക്കും. ഞാൻ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഭിന്നിപ്പിന് മാപ്പ് ചോദിക്കാൻ എന്റെ മക്കൾക്ക് കഴിയോ? പൊരുത്തം ചോദിക്കാൻ എന്റെ മക്കൾക്ക് കഴിയോ? എനിക്കല്ലത് കഴിയാ, ഞാൻ മരിച്ചുപോയി. അതുകൊണ്ട് നാളെ ആഖിറത്തില് അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയന്ന്, ആഖിബത്ത് മോശമായ മരണത്തെ ഭയന്ന്, പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നമ്മുടെ നാവിനെയും നമ്മുടെ കൈവിരലുകളെയും സൂക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വലിയൊരു അപകടകരമായ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ബോധം നൽകട്ടെ. അപ്പൊ കടങ്ങൾ ബാക്കി വെച്ച് മരിച്ചു പോകരുത്. ഇനി ഉസ്താദുമാരൊക്കെ മയ്യിത്ത് മുന്നിൽ വെച്ച് ജനങ്ങളോട് പറയുമ്പോൾ വളരെ പ്രത്യേകമായി പറയേണ്ടത് സാമ്പത്തിക കടമില്ല. അവിടെ തടിച്ചുകൂടിയ ആളുകളോട് പറയണം, ജീവിത കാലയളവിൽ നിങ്ങളുമായിട്ടുള്ള ഇടപാടുകളിൽ ഈ മനുഷ്യന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പൊരുത്തമില്ലാത്ത എന്തെങ്കിലും വാക്കുകളോ സംസാരങ്ങളോ പ്രവർത്തനങ്ങളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ മയ്യിത്തിനെ മുന്നിൽ വെച്ച്, അള്ളാഹിനെ മുന്നിൽ വെച്ച് ചോദിക്കാൻ നിങ്ങളൊക്കെ മാപ്പ് കൊടുക്കണം. ആർക്കെങ്കിലും മാപ്പ് കൊടുക്കാതിരിക്കാൻ കഴിയോ? മരിച്ചു കിടക്കുന്ന മയ്യിത്ത് മുമ്പിൽ ഉണ്ടാകുമ്പോ ഞാൻ കൊടുക്കൂല, അയാൾ നരകത്തിൽ പോകട്ടെ എന്ന് ചിന്തിക്കുന്നവർ മയ്യിസ്കരിക്കാൻ വരൂല. അവർ മനസ്സറിഞ്ഞ് മാപ്പ് കൊടുക്കും. അങ്ങനെ നമ്മൾ 3ന്റെ ഒരു സൽക്ക, 3ന്റെ അന്നൊരു പരിപാടി, 7ന്റെ അന്നൊരു പരിപാടി, അല്ലെങ്കിൽ 40-നൊരു വിപുലമായൊരു പരിപാടി. അപ്പൊ ഉപ്പയുമായി ബന്ധമുള്ള കുടുംബക്കാരും നാട്ടുകാരും എല്ലാവരെയും വിളിച്ചു കൂട്ടണം. എന്നിട്ട് അവിടെ പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ട് ദുആ ചെയ്യുന്നതിന് മുമ്പ് മക്കളോ ഉസ്താദുമാർ അവിടെ തടിച്ചുകൂടിയ ആളുകളോട് ഈ പറയപ്പെട്ട മരിച്ചുപോയ പിതാവിന് വാക്കുകൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കാൻ നിങ്ങൾ ആവശ്യപ്പെടണം. അവിടെയാണ് പൊരുത്തം കൊടുക്കേണ്ടത്. കടങ്ങളൊക്കെ മക്കൾ ഏറ്റെടുക്കും, ഇത് പൊരുത്തപ്പെട്ടു കൊടുക്കാൻ മക്കൾക്ക് കഴിയില്ല. എല്ലാവരും രക്ഷപ്പെടണം, അതായിരിക്കണം നമ്മുടെ ചിന്ത. ഞാൻ നിർത്താൻ ദുആയിലേക്ക് കടക്കാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല സർവമാന പാപങ്ങളും പുറത്തു തരട്ടെ. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹ, നിങ്ങൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ സുമ്മ യസ്തഗ്ഫിരില്ലാഹ, എന്നിട്ട് അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് മടങ്ങാൻ നിങ്ങൾ തയ്യാറായാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമാ, അല്ലാഹു തആല നിങ്ങളുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാൻ തയ്യാറായി അവിടെ നിൽക്കുകയാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും നമ്മളാരും അല്ലാഹുവിന്റെ റഹ്മത്തിൽ നിന്ന് നിരാശരായി പോവരുത്. നിരന്തരമായി അല്ലാഹുവിനോട് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി കഴിവിന്റെ പരമാവധി മറ്റൊരാളെ വേദനിപ്പിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.